സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വെബിനാറിലേക്ക് നമുക്ക് തുടങ്ങാം. ആദ്യമായി പ്രാർത്ഥന. സുജാത നാരായണൻ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഇന്നത്തെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും എല്ലാ സഹപാഠികൾക്കും എല്ലാവർക്കും ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഉദ്ഘാടന വെബിനാർ നടത്തുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ സുപരിചിതനായ ബ്രഹ്മശ്രീ ഡോക്ടർ ടി.പി. രാധാകൃഷ്ണൻ അവർ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ ജ്യോതിഷം, തർക്കസംഗ്രഹ സമീക്ഷ തുടങ്ങി നിരവധി ക്ലാസുകൾ നടത്തിയിട്ടുള്ള ഡോക്ടർ ടി.പി. രാധാകൃഷ്ണൻ അവരുടെ എല്ലാവർക്കും അറിയുമായിരിക്കാം. എന്നാലും രണ്ടു വാക്ക് അദ്ദേഹത്തെ കുറിച്ച്. ഗുരുകുല സമ്പ്രദായത്തിൽ കാഞ്ചി കാമകോടി പീഠത്തിൽ നിന്ന് 2 MA പാസ്സായി. ന്യായയിലും ഹരിത ജ്യോതിഷത്തിലുമാണ് MA എടുത്തിട്ടുള്ളത്. അതിനുശേഷം ജ്യോതിഷത്തിൽ കർമ്മവിഭാഗ പ്രായശ്ചിത്തം എന്നതിൽ ക്രിട്ടിക്കൽ സ്റ്റഡി എന്നതിന് PhD കരസ്ഥമാക്കി 33 വർഷമായി സംസ്കൃതം പഠനം തുടരുന്ന അദ്ദേഹത്തെ 1989 മുതൽ മദ്രാസ് സംസ്കൃത കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. 2015 അവിടെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയറായി നാട്ടിൽ താമസിക്കുന്ന അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിൽ എന്ന് വിളിച്ചാലും എപ്പോൾ പറഞ്ഞാലും നമുക്ക് ക്ലാസ് എടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു സന്മനസ്സുള്ള മഹാനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള അതിനൊക്കെയുള്ള കഴിവുണ്ടോന്ന് അറിയില്ല. എന്നാണെങ്കിലും ഈ വേദിയിലേക്ക് സഹാർദ്ദം സ്വാഗതം ചെയ്യുന്നു. ഈ ഓരോരുത്തരുടെയും പേരിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ടി.പി. രാധാകൃഷ്ണൻ അവരുടെ വെബിനാർ അവതരിപ്പിക്കാൻ ക്ഷണിച്ചോളൂ. കോമളം കൂജയൻ വേണം ശ്യാമളവയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പ്രതോ മമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സൃഷ്ട്വാഖിലം ജഗതിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്ര महिषप्राणापहारोद्यते हेलानिर्मित धूम्रलोचनवधे हे चण्डमुण्डार्दिनि निःशेषीकृत रक्तबीजतनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके. सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते. शरणागत दीनार्थ परित्राणपरायणे सर्वस्यार्ति हरे देवी नारायणि नमोस्तुते. कात्यायनि महामाये भवानी भुवनेश्वरी संसार सागरे मग्नं मामुद्धर कृपानिधे. ब्रह्मा विष्णु शिवाराध्ये प्रसीद जगदम्बिके. मनोभिलषितं देवी वरं देहि नमोस्तुते. मनोभिलषितं देवी वरं देहि नमोस्तुते. ഇതാണ് ദേവി ഭാഗവതത്തിന്റെ ഒട്ടാകെയുള്ള ഫലം. മനോഭിലഷിതം, അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും നമ്മളെ നിത്യജീവിതത്തിൽ നിന്നും എന്തല്ല ദേവി ഭാഗവതം മുക്തി എന്നുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ദൂരം പോകേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ നമുക്ക് കൂടാം. അതാണ് മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തു എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട്. പിന്നെയോ ബ്രഹ്മാ വിഷ്ണു ശിവാരാധ്യേ പ്രസീത ജഗദംബികെ.
ഇതില് ഈ ദേവിക്ക് എന്താ വിശേഷം? മറ്റുള്ളതെല്ലാം ഓരോ ഇത് മൂർത്തിയാണ്. ഇതങ്ങനെയല്ല. ബ്രഹ്മ, വിഷ്ണു, ശിവാരാധ്യ. ബ്രഹ്മാവിനും വിഷ്ണുവിനും പരമേശ്വരനും എന്ത് വേണം? ഈ ശക്തി എന്ന് പറയുന്ന ഒരു അംശം വേണം. അത് അടുത്ത ഇതില് വിവരിക്കാം. എങ്ങനെയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള്, അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലാണ് നടക്കുന്നത്, ഏതൊക്കെ നമ്മുടെ ഭാരതീയ ദേവതാ സങ്കല്പം, അതിൽ ശക്തി ദേവിക്കുള്ള പ്രാധാന്യം, അതിൽ ദേവി ഭാഗവതം നമുക്ക് എന്താണ് ഒരു സന്ദേശം തരുന്നത്. അതില് ദേവി ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യം തന്നെ 5 അധ്യായമുണ്ട്. ഇന്നത്തെ സബ്ജക്റ്റിനെ കിട്ടിയിരിക്കുന്നത് 1 to 20 അധ്യായം. പ്രഥമ സ്കന്ധത്തില് ഉള്ള 20 അധ്യായം ടോട്ടൽ. ഇന്ന് 10 അധ്യായം, നാളെ 10 അധ്യായം. അത്തരത്തിലാണ് ഇവിടെ ഇതാക്കി കാണുന്നത്. മാഹാത്മ്യത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ 5 മിനിറ്റ് അതിനുവേണ്ടി വിടാം. മഹാത്മ്യ വർണ്ണനം, അത് കഴിഞ്ഞിട്ട് വാസുദേവൻ ചെയ്തിട്ടുള്ള മഹാത്മ്യ ശ്രവണം, സ്കന്ധാഗസ്ത്യ സംവാദം, വൃതാവം, ഇതിഹാസ വർണ്ണനം, ഭാഗവതത്തിൽ ഇതെങ്ങനെ കേൾക്കേണ്ടത്. ഇപ്പോ നമ്മളിപ്പോ വളരെ ഫേമസ് ആണ് ഭാഗവത സപ്താഹം. സപ്താഹം എന്ന് പറയുന്നത് 7 ദിവസമാണെങ്കിൽ ഇവിടെ എത്ര ദിവസം പറയുന്നത്? 9 ദിവസം. നവാഹം കൊണ്ട് മുക്തി. മറ്റേത് എത്ര? സപ്താഹ ശ്രവണേനൈവ. 7 ദിവസം കൊണ്ട് മുക്തി. അപ്പോ അത്തരത്തിലാണ് ജനമേജയന്റെ സർപ്പശത്രു മറ്റുള്ള ഭാഗവതത്തിന്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കഥ പോലെ തന്നെ ഇതിലും അതേ തന്നെയാണ്. പക്ഷെ എന്താ പറയുന്നത്? ഇതില് ദേവി ഭാഗവതത്തില് ദേവിയുടെ മാഹാത്മ്യത്തെ കുറിച്ചാണ് മുഴുവൻ. എങ്ങനെ ഇത് വിഷ്ണുവിനും ഏതൊക്കെ തരത്തില് ബ്രഹ്മാവിനും ഏതൊക്കെ തരത്തില് ഇത് മഹേശ്വരനുമൊക്കെ ഓരോ തരത്തില്. ഇപ്പോ ദേവി ഭാഗവത്തിന്റെ ഉള്ളടക്കത്തിൽ മാഹാത്മ്യടക്കം വരുന്ന ഭാഗത്തില് 2 ഭാഗമാണ്. ഒന്ന് മധുകൈടഭൻ, മഹിഷാസുരൻ, ശുംഭനിശുഭന്മാര്, ചണ്ഡമുണ്ടന്മാര്, ദുർമുഖൻ, രക്തബീജൻ, നിശേഷീകൃത രക്തബീജതനുജ. ഇത് ആ ശ്ലോകത്തിന്റെ കട്ടി. അങ്ങനെയുള്ള അസുരന്മാരെ നിഗ്രഹിക്കുന്നത് ദേവന്മാരെ, അതുപോലെ തന്നെ ദേവന്മാരെ രക്ഷിക്കണം, ഭക്തന്മാരെ അനുഗ്രഹിക്കണം. അത്തരത്തിലുള്ള പരാശക്തിക്ക് പലതരത്തിലുള്ള മൂർത്തി ഓരോ തരത്തിലുള്ള രൂപത്തിലെടുത്തിട്ട് അനുഗ്രഹിക്കുന്ന രൂപത്തിലാണ്. ഏത് രൂപത്തിലുള്ളത്? ഈ 1-ാമത്തെ ഭാഗത്തില്. പിന്നെ അടുത്തത് ഈ ശത്രു സംഹാരത്തിനായിട്ട് മൂർത്തിഭേദങ്ങൾ ധാരാളം എടുക്കുന്ന തരത്തിലുള്ള, അതായത് ഒരു 36ഓളം അത്രയധികം 30 ദേവതാ സങ്കല്പത്തിന്റെ ഒരു ചെറിയ ഭാഗം എന്ന നിലക്ക്, അതിന്റെ ദശാംശം അല്ലെങ്കിൽ ശതാംശം അല്ലെങ്കിൽ സഹസ്രാംശം അങ്ങനെ ഒരു അംശം എന്ന നിലക്കിൽ ദേവി ശത്രു സംഹാരത്തിനായിട്ട് പലതരത്തിലുള്ള മൂർത്തിഭേദങ്ങൾ ആവിർഭാവിക്കാനും അതുപോലെ തന്നെ ദേവന്മാർക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സഹായിക്കുന്ന രീതിയിൽ അതിൽ എങ്ങനെയാണ് ഈ ദേവിയുടെ സഹായം നമ്മുടെ ലൗകിക ജീവിതത്തിൽ എങ്ങനെയാ വരുന്നത്? ഒരു 6 സ്കന്ധം വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 7-ാം സ്കന്ധം മുതൽ അങ്ങോട്ട് വ്യത്യസ്തമായിട്ടൊരു കാര്യം കാണുന്നു. പിന്നെ ഈ ആവിർഭാവത്തിന്റെ അതിന്റെ എന്താ അതിന്റെ തത്വം, അതിന്റെ ഉപാസനാവിധികള്, മന്ത്രങ്ങള്, സ്തോത്രങ്ങള്, പിന്നെ അത്തരത്തിലുള്ള ഇത് ഏതൊക്കെ തരത്തിൽ നമ്മൾ ഉപാസിക്കണം. അപ്പോ ഇതിലെന്താന്ന് വെച്ചാല് പരാശക്തി എന്ന് പറയുന്ന ഒരിത്, അത് ഈ പ്രകൃതി പുരുഷ സംയോഗം. അപ്പൊ എങ്ങനെ ഈ ഭൂമിയിൽ ഈ തരത്തിലുള്ള സൃഷ്ടികളും അതുപോലെ തന്നെ സ്ഥിതികളും സംഹാരങ്ങളും അതിനുള്ള ആവശ്യമുള്ള നമുക്ക് തന്നെ ഈ പദം കൊണ്ട് തന്നെ അറിയാം. ദേവി പറയുന്ന ശക്തി സ്വരൂപിണിയാണെന്നും ഈ ശക്തി എന്ന് പറഞ്ഞാൽ എനർജി ആണെന്നും ഈ എനർജി പ്രപഞ്ച സൃഷ്ടി മുതൽ എങ്ങനെയാ ഉള്ളതെന്നും അതാണ് നമ്മൾ അത്ര ആലോചിക്കണ്ടു. ആ ഒരു തത്വം ആലോചിച്ചാല് ഈ ശക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എന്തില്ല, ഒരു പണിയില്ല. പക്ഷെ അതിലെന്താന്നതില് ഒരു പ്രശ്നം വരുന്നത് വെച്ചാല് ഈ ശക്തി എന്ന് പറയുന്നത് ഇല്ലാണ്ട് എന്താവില്ല, ഈ ലോകത്ത് ഒരു കാര്യം നടക്കില്ല. വിത്തൗട്ട് എനർജി നമുക്കൊന്നും ചെയ്യാനാവും, ഒന്നും ചെയ്യാനാവില്ല. അപ്പോ ഈ എനർജി എന്ന് പറയുന്നത് ആഭരണം എങ്ങനെയാണ്, ഒരു സ്വർണം എങ്ങനെയാണ് ആഭരണമാവുന്നത്, ആ സ്വർണം എന്ന് പറയുന്നത് ഒന്ന്, അതുപോലെ തന്നെ അത് ഓർണമെന്റ് രൂപത്തിൽ വേറുന്നു, ആ ഓർണമെന്റ് രൂപത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോ അത്തരത്തിലുള്ള സ്വർണം പോലെയാണ് ആര് നിൽക്കുന്നത്, ഈ ശക്തി നിൽക്കുന്നത്, തേജസ്സിനെ പോലെയാണ് നിൽക്കുന്നത്. അതുപോലെ ഈ ചൈതന്യ രൂപത്തിലാണ് ഏത് നിൽക്കുന്നത്, ശക്തി എന്ന് പറയുന്ന ചൈതന്യം. സാധാരണ നമ്മളിപ്പോ ഒരു ഇഡ്ഡലി എടുത്താൽ തന്നെ എന്തുണ്ട്, ആ ഇഡ്ഡലി ചൈതന്യത്തോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാ, അതിന് ശക്തി ഉള്ളതുകൊണ്ടാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായി പോകും, അതിന്റെ ശക്തി ക്ഷയിച്ചാൽ എന്തായി പോകും, നശിച്ചു പോകും. ആ അതിൽ നമ്മളെന്താ പറയുന്നത്, നമ്മളെന്നെ പറയില്ലേ, കെട്ടുപോയി പോയി എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ ശക്തി പോയി. അല്ലിപ്പോ ഒരാള് നമുക്കല്ലേ അതിന്റെ ശക്തി പോയി. അപ്പൊ അത് ഈ ലോകത്തൊന്നില്ല, ഏത് ചരമായാലും അചരമായാലും അതിന്റെ തനതായിട്ട് രൂപത്തില്, അതൊരു മരായാലും അതൊരു സ്തംഭമായാലും ഏത് രൂപത്തില് ഇരുമ്പോ അത് നല്ല ഷീറ്റാക്കി മാറ്റി തുരുമ്പിച്ചാന്തായി അതിന്റെ ശക്തി പോയി. അപ്പോ അത്തരത്തില് എങ്ങനെ ഈ പ്രപഞ്ചത്തില് ശക്തി രൂപത്തില് എങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളതിലും ഏതൊക്കെ കലാംശങ്ങളുടെ രൂപത്തില് ആവിർഭവിക്കുന്നത് അത് നമുക്കറിയാം.
ഈ ദുർഗ എന്ന് പറയുന്നത് ദുർഗ എന്ന് പറഞ്ഞ കോട്ട എന്ന് അർത്ഥം. ഹൊസദുർഗ, പുതിയ കോട്ട നമ്മൾ കേട്ടിട്ട്, നമ്മുടെ നാട്ടിന്റെ പേരെന്നെ തന്നെ ഹൊസ്ദുർഗ്, കാഞ്ഞങ്ങാട് തന്നെ ദുർഗ. അതുപോലെ തന്നെ രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, ഇത്തരത്തിലുള്ള 5 രൂപങ്ങളില് ഗംഗ, തുളസി, മാനസ, ദേവസേന, ഇത്തരത്തിലുള്ള കലകള്, മംഗളചണ്ഡിക, ഭൂമി, ഇത്തരത്തിലുള്ള അംശ രൂപത്തില് സ്വാഹ, സ്വധ. സ്വാഹ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല, സ്വാഹ ഉള്ളൊരു നാട്ടിൽ നമുക്ക് ഈ വിഷ്ണുവില്ലോ. അതുപോലെ തന്നെ പിതൃക്കൾക്കാകുമ്പോൾ എന്തായി? സ്വധ. അപ്പൊ അതിന്റെ പത്നി രൂപത്തില, അതായത് അഗ്നിയുടെ പത്നിയാണ് സ്വാഹ, സ്വധ. അതുപോലെ തന്നെ നിന്ന് കൈനീട്ടി ദക്ഷിണ. അതുപോലെ നിന്ന് അത് അനുഭവിച്ചിട്ട് ചെയ്തു ദീക്ഷ. അതുപോലെ തന്നെ നിന്റെ അതെല്ലാം കഴിഞ്ഞിട്ട് സ്വസ്തി, മംഗളം. ഇതൊക്കെ എന്താണ്? അതുകൊണ്ട് എന്തുണ്ടായി? നമുക്ക് ഒരാളെ അനുഗ്രഹിച്ചാൽ പുഷ്ടി ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ഒരാളെ അനുഗ്രഹിച്ചാൽ നമുക്ക് പുഷ്ടി ഉണ്ടാകുന്ന ഉദാഹരണം വരെ കൊണ്ട ഞാൻ തന്നെ ഉദാഹരണം. വാദ്യാര് അനുഗ്രഹിച്ചു, ആ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇല്ലെങ്കിലോ ഒരു വസ്തുവില്ല ഈ നാട്ടില്. അപ്പോ അനുഗ്രഹിച്ചാൽ നന്നാവും, അനുഗ്രഹിച്ചാൽ നന്നാവും. അതിന് വേറെ ഉദാഹരണത്തെ അന്വേഷിക്കണ്ട, ഞാൻ ഒറ്റ മതി. അപ്പോ അത്തരത്തില് അനുഗ്രഹത്തിന് എന്തുണ്ട്? ആ ദീക്ഷ ആയാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ 7ാമത്തെ സ്കന്ധം മുതൽ അങ്ങോട്ടുള്ള ഭാഗത്തിൽ 2 ഭാഗമായിട്ട്, അതായത് ദേവിയുടെ ഓരോ തരത്തില് വിഗ്രഹങ്ങളുടെ ഒരു ഭാഗം ഒന്ന്, അതുപോലെ തന്നെ ദേവി ഏതൊക്കെ രൂപത്തിലാണ് ചരാചരങ്ങളിൽ ശക്തി രൂപത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ ദേവി ഭാഗവതത്തിന്റെ മാഹാത്മ്യ ഭാഗത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വർണ്ണിക്കുന്ന അർത്ഥം. അപ്പോ അത്തരത്തിലുള്ള ദേവിയുടെ കാര്യങ്ങള് ആണ് എന്തെന്ന് ഈ ദേവി ഭാഗവത്തില് പ്രസ്താവനയായിട്ടുള്ള വിഷയം. നമ്മള് അതില് എന്താന്ന് കേൾക്കുന്നത്? മുഴുവൻ വിഷ്ണുവിന്റെ മാഹാത്മ്യങ്ങള്, ബാലലീലകള്, അതുപോലെ തന്നെ യുദ്ധത്തില് കൃഷ്ണന്റെ ഇത് ഭാഗം നമ്മൾ ഇഷ്ടംപോലെ കേട്ട. അതുപോലെ തന്നെ എന്തെന്ന് ഓരോ തരത്തിലുള്ള അസുരന്മാരെ വധിക്കുന്ന കഥകളാണ് സ്കന്ധം മുതല്. ഭുവനേശ്വരി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവി ദർശനം, വിഷ്ണുവിന്റെ ഇത്, മധുകൈടവന്മാർ, അത് 1ാമത്തെ തന്നെ വരുന്നുണ്ട്. അപ്പോ ദേവി ഈ 1ാമത്തെ സ്കന്ധത്തിൽ ഇന്നത്തെ ചാപ്റ്ററില് 10ാമത്തെ ഇതുവരെ ശിവന് വരദാനം വരെയുള്ള ഭാഗം, ദേവി ഭാഗവതത്തിന്റെ മഹാപുരാണ നിർണയം, ഗ്രന്ഥസംഖ്യ, ഇതെങ്ങനെ പുരാണായി, അതുപോലെ തന്നെ സർവോത്തമത്വം. ഇത് ദേവി എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ദേവതകളെക്കാൾ എന്താണ്? ഉത്തമമായിട്ടുള്ള ദേവതയാണെന്ന് എന്ത് ചെയ്യണം? ഇതിൽ സമർത്ഥിക്കണം. അതാണല്ലോ വ്യാസന്റെ ഉദ്ദേശം. അപ്പോ ആ വ്യാസൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് സർവോത്കർഷത്വം, പിന്നെ ഈ മധുകൈടവൻ, അതായത് 2 കർണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ബലത്തിൽ നിന്ന് വിഷ്ണുണ്ടായിരുന്ന ബലത്തിൽ 2 അസുരന്മാരുണ്ടായിട്ട് ആ അസുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിന് എന്തായി? വിഷ്ണുവിന് സഹായമായിട്ടുള്ള ഈ മധുകൈടവന്മാരെ വധിക്കാൻ എന്താവുന്നില്ല? ഈ സ്ത്രീദേവതക്ക് ആവുന്നില്ല. അത്തരത്തിലുള്ള ഈ ദേവതാ ശക്തി എന്ന് പറയുന്ന ദേവത എന്താക്കി? ഈ ഹന്തും മധും കൈടഭം ദേവി മാഹാത്മ്യത്തിന്റെ ആദ്യത്തെ വരുന്ന ധ്യാന ശ്ലോകത്തിന് അങ്ങനെ വരുന്നത്. അപ്പൊ പിന്നെ എന്താണ്? അതുകൊണ്ട് എന്തായി? ഈ ദേവത ആരാധ്യായി മധുകൈടവന്മാരെ വധിച്ച് ശിവനെ വരദാനം ചെയ്യുന്നവരെയുള്ള ഭാഗത്തിലാണ് ഇന്നത്തെ ഭാഗങ്ങൾ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോ അത്തരത്തിലുള്ള ഈ 1ാമത്തെ അധ്യായത്തിലെ ഇതില് മംഗളശ്ലോകം മുതൽ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ കുറച്ച് എന്നോട് ഇതിലെ നിർദ്ദേശകന്മാരെന്നു വെച്ചാൽ ഇത് ഓരോന്ന് വായിക്കണം, വായിച്ചിട്ട് അർത്ഥം പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു വഴിയുണ്ടല്ലോ, അതിനനുസരിച്ച് പോകാനാവുള്ളൂ. അപ്പൊ അത്തരത്തില് കുറച്ച് എന്റെ വകയും ബാക്കി അവർ പറഞ്ഞ പോലെ കുറച്ച് കേൾക്കുകയും ചെയ്യാം. അത്തരത്തില് 1ാമത്തെ ശ്ലോകം സൃഷ്ടൗയാ സർഗരൂപ ജഗദവന വിധോ പാലിനീയാച രൗദ്രീ സംഹാരേ ചാപേസ്യാം ജഗതിതമഖിലം ക്രീഡനം യാ പരാഖ്യാം പശ്യന്തി മധ്യമാധോ തദനു ഭഗവതി വൈഖരി വർണ്ണരൂപ സാസ്മത്വാചം പ്രസന്ന വിധി ഹരി ഗിരിശാരാധിത അലങ്കരോതു. ഇവിടെയും ഇതെന്നാ പറയുന്നത്? വിധി ഹരി ഗിരീശൻ. വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഹരി, വിഷ്ണു, അത് ആരാധിക്കുന്ന ഈ ദേവത എന്ത് വേണം? എന്നെ രക്ഷിക്കണം എന്നാ പറയും. നാരായണ നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം എന്ന് ചൊല്ലിയിട്ടുള്ള എന്താ പറയുക മംഗളശ്ലോകം. നാരായണ നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തതോ ജയമുദീരയേൽ. പിന്നെ ഈ ഋഷികള്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ പ്രസിദ്ധമായിട്ട് കാര്യങ്ങളാണ്. ഈ സൂതൻ ഋഷികളുടെ സംശയങ്ങൾക്ക് ഉത്തരണം സൂതൻ ആര്? അതാ പറയുന്നത്. അന്നത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായില്ല. ഈ പറയുന്ന ഇത്തരത്തിൽ ഉത്തമം മത്തം ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോ ഋഷികളാണ് ആര് ജീവിക്കുന്നത്? സംശയം ജീവിക്കുന്നത്. ആരാ ഉത്തരം പറയുന്നത്? ഇങ്ങനെ യാതൊരു സന്ധ്യാവന്തരത്തിലൂടെ അധികാരമില്ലാത്തൊരു സൂതനാണെന്ന് പറയുന്നതിനൊക്കെ മറുപടി പറയുന്നു. അപ്പോ വിദ്വാൻമാരെന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിലെന്തില്ല അനാവശ്യമായിട്ട് ഇതിന് ബ്രാഹ്മണിക്കൽ ഹിജിവണി എന്ന് പറഞ്ഞാലും ലഹട കൂടേണ്ട ആവശ്യമില്ല. ഒരു പുരാണത്തിലുമില്ല. ഏത് ഭാഗവതത്തിന് മാത്രമല്ല, ഒരു പുരാണത്തിലെന്തില്ല സൂതനാണ് ഇതൊക്കെ മറുപടി പറയുന്നത്. ചോദിക്കുന്നതാരാ? ഇല്ല, മഹാന്മാരായിട്ട് ഋഷികൾ, അവരെല്ലാം പഠിച്ചവരുമാണ്. സൂതജീവ സമാം
ബഹ്വീഹി യസ്തം ശ്രാവസീഹ നഃ കഥാ മനോഹരാ പുണ്യ വ്യാസശിഷ്യ മഹാപതേ. ഇത്തരത്തിലുള്ള സർവാപഹരം പുണ്യം വിഷ്ണു ചരിതമദ്ഭുതം അവതാര കഥാമേതത് അസ്മാഭിർ ഭക്തിദശ്രുതം. ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഭാഗവതം മുതലൊക്കെ. ശിവസ് ചരിതം ദിവ്യം, ശിവപുരാണം കേട്ടിട്ടുണ്ട്. അധുനാ ശ്രോതുമിച്ഛാമി പാവനാത് പാവനം പരം ഭക്തിമുക്തിപ്രദം നൃണാം അനായാസേന സർവശഃ. അപ്പൊ ഇതുവരെയുള്ളത് വളരെ ആയാസം ഉണ്ടായിരുന്നു, ഇതൊന്നില്ല. ഇനി ആയാസം വളരെ കുറവാണ്, ശ്രമം വളരെ. അധുനാ ശ്രോതുമിച്ഛാമി എന്താ പറയുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഈ കഥകള്. പാവനാത് പാവനം, ബാക്കിയുള്ളതൊക്കെ പാവനാണ്, അതിനേക്കാൾ പാവനായിട്ട് കഥ. ഭക്തിമുക്തിപ്രദം, ചിലത് ഭക്തിപ്രദാണ്, ചിലത് മുക്തിപ്രദാണ്. ഇതെന്താ, ഭക്തി മുക്തി രണ്ടും കൂടി തരുന്നതാണ്. അതാണ് ബാക്കിയുള്ള ഭാഗവതത്തിനും ദേവി ഭാഗവത്തിനുള്ള വ്യത്യാസം. എന്താ, ഭക്തിയും തരും, കൂട്ടത്തിലും തരുന്നുണ്ട്, മുക്തിയും തരും. ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ നിത്യജീവിതമായിട്ട് ഇത് വളരെയധികം വളരെ എന്താ പറയണ്ട, വളരെ നിയറായിട്ട് നിൽക്കുന്നതാണ് ഈ ദേവി ഉപാസന. അതായത് നമ്മള് അമ്മയുടെ പാദങ്ങളില് ശരണാഗതി അടയുന്ന ഒരു എന്താ പറയണ്ടേ, അത്തരത്തിലുള്ള ഒരു ഭാവമാണ് ഭക്തിഭാവത്തില്. അതുപോലെ മാതാവ് നമുക്ക് എന്തുണ്ട്, എത്ര നമ്മൾ വിരോധിച്ചാലും നമ്മളോട് അനുഗ്രഹ ബുദ്ധി മാത്രം കാണുന്ന മാതാവിന്റെ ബുദ്ധിയിലാണ് ആര് ഇവിടെ ഉപമിക്കുന്നത്, വ്യാസൻ പല ദിക്കായിട്ട് ഉപമിക്കുകയും ചെയ്യുന്നത്. അപ്പോ തത്വം ബ്രൂഹി മഹാഭാഗ ഏന സിദ്ധ്യന്തി മാനവാഹ കലാപി പരം ത്വത്തോ നവിത്വ സംശയിച്ചതും. ഇത്തരത്തിൽ എന്തെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നല്ല പറയുന്നത്. അങ്ങനെ ഇത്തരത്തില് ഓരോ ദിവസം പിന്നെ സൂതൻ പറയുന്ന പ്രധാന ഭാഗം താവത് ക്ലേശാവഹം നൃണാം ഉപസർഗ മഹാതമഃ യാവൻ നൈവോദയം പ്രാപ്തോ ദേവി ഭാഗവതോ ഉഷ്ണവുഹു. ദേവി ഭാഗവം എന്ന് പറയുന്നത് എന്താ, ആദിത്യൻ ഉദിക്കുന്നിടത്തോളം കാലം എന്താണ്, ദുർനിമിത്തങ്ങളുടെ കൂരിട്ട് നശിപ്പിക്കുന്ന ഒന്നാണെന്തെന്ന് ഈ ദേവി ഭാഗവതം എന്ന് പറയുന്ന വസ്തു. അത് ദേവി പുരാണം എന്നർത്ഥം. അപ്പോ കഥാ ഉത്തമനാണ്. അത് ഈ പറയുന്ന ആര് സൂതൻ വളരെ ഉത്തമമാണ്. എത്ര ദിവസം കൊണ്ട് കേൾക്കണം എന്നൊക്കെയാ ചോദിക്കുന്നത്. അപ്പൊ മുമ്പ് പറഞ്ഞല്ലോ, ഇത് നവാഹായിട്ടെല്ലാം കേൾക്കേണ്ടതാണ്. അപ്പോ ഈ കഥകള് ദേവി ഭാഗവത്തിന്റെ കഥകള് വരുന്ന സ്കന്ധങ്ങളിലൊക്കെ വരും. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോ എന്താ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്താന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ദേവി എന്ന് പറയുന്ന സങ്കല്പം, ഭാരതീയ ദേവീ സങ്കല്പം എങ്ങനെയാണ് ഇതില് ഈ ദേവി ഭാഗവതത്തിലേക്ക്, അതായത് ഭാഗവതത്തിലേക്ക് നമ്മൾ എത്തണം. ആ ദൂരം സഞ്ചരിക്കാൻ ബാക്കിയുള്ള ദേവതകൾ എല്ലാം, അതായത് നമ്മുടെ ആദ്യം സൃഷ്ടി മുതൽ നമുക്ക് എടുക്കാം. സൃഷ്ടി മുതൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാരായണ സൂക്തത്തിൽ, ഇത് വേദപ്രാമാണ്യാണല്ലോ. പുരാണം പുരാ അഭിനവം, കേട്ടതുകൊണ്ടിന് വീണ്ടും കേട്ടതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്ര ആള് നമ്മൾ ദിവസം ചോറുണ്ടെന്നില്ല, ചോറ് മടുക്കുന്നുണ്ടാ, എത്രയോ കാലങ്ങൾ ഇഡ്ഡലി മടുക്കുന്നുണ്ടാ, അങ്ങനെ ഓരോ അതുപോലെ ഒന്നുമില്ല. പുരാണം നമുക്ക് ഉണ്ടാകുന്നതെല്ലാം മടുക്കുന്ന ഒരു സാധനമല്ല. അപ്പൊ ചായ കുടിക്കുന്നില്ലേ, അഡിക്ഷൻ പോലെ. ഇത് ഇന്നലെ കുടിച്ച ചായ ഇന്ന് കുടിക്കുക, വീണ്ടും ചായ മടുക്കുന്നില്ല. വേറെ ചിലത് മടുക്കുന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ സാമ്പാറൊക്കെ ചിലപ്പോൾ മടുത്തു വരും. ഈ ചായയും ചോറൊന്നും മടുക്കുന്നില്ല. അതുപോലെ മടുക്കാത്തൊരു വസ്തുവാണ് എന്തെന്ന് ഈ പുരാണം എന്ന് പറയുന്നത്. പുരാ അപി നവം, ഇത് പഴയതാണെങ്കിലും എന്തല്ല നവ, ഇത് പഴയതാണ്. കഥകളൊക്കെ പഴയ തന്നെയാണ്, കേട്ട കഥകൾ തന്നെയാണ് കേൾക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കേട്ടതല്ലേ കേൾക്കുന്നത്, ഇതേ കുതൂഹലവൃത്തവും ഇതേ കൃഷ്ണാവതാരവും ഇതേ രുക്മിണി സ്വയംവരവും തന്നെയല്ലേ കേൾക്കാൻ പോകുന്നത്, എന്തിനാണ് വിശേഷിച്ചില്ല? അല്ലല്ല, അത് ഒരാൾ പറയുന്ന സമയത്ത് കേൾക്കാം. എന്തൊരു മഹാനുഭാവ ഒരു പാട്ട് എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത് കേൾക്കുന്നില്ല, ഇഷ്ടം പോലെ കേൾക്കുന്നു. അതുകൊണ്ട് ഇത് കേട്ടത് കൊണ്ട് എന്താവുന്നില്ല, സംഭവം എടുക്കാനോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാനോ നമുക്ക് ആവശ്യമില്ല. സ്വാദു പതേ പതേ. ഓരോ സ്കന്ധത്തിലും എന്താണ് ഇതിന് മാധുര്യം വർദ്ധിക്കുന്നതല്ലാണ്ട് എന്താവുന്നില്ല, ഇത് കുറയുന്നില്ല. വായിക്കുന്നതോറും നമുക്ക് എന്താ കൂടുന്നത്, ആകാംക്ഷയും അറിവും. ആദ്യം വരികളിൽ മൊത്തമായിട്ട് അറിയണം. പിന്നെന്ത് ചെയ്യണം, അത് പാദങ്ങളായിട്ട്, ശ്ലോകത്തിന്റെ പാദങ്ങളായിട്ട് അറിയണം. പിന്നെ ഓരോ പദങ്ങളായിട്ട് അറിയണം. പിന്നെ ഓരോ വർണ്ണങ്ങളായിട്ട് അറിയണം. പിന്നെന്താ അറിയണം, അതിന്റെ തത്വം എന്താണെന്ന് അറിയണം. അങ്ങനെ എത്തിയാൽ നമ്മൾ ഓരോ പദത്തിലും നമുക്ക് എന്തായി, ആ തത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, വീണ്ടും ഇതെന്ത് ചെയ്യണം, ഒന്നും കൂടി ഇത് റിഗ് ഇറക്കാൻ തോന്നണം. വീണ്ടും നമുക്ക് എന്ത് കിട്ടും, ഉറവുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ യാതൊരു തരത്തിലുള്ള കുറവ് എന്ത് വരുന്നില്ല. പുരാ അഭിനവം, അതാണ് പുരാണ പദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഈ പുരാണത്തില് എന്താണ്, പുരാണത്തിന്റെ ആവശ്യം എന്താവെന്ന് വേദങ്ങളുണ്ട്. ഈ വേദങ്ങൾ അർത്ഥമോ ബാക്കിയുള്ള കാര്യങ്ങളോ തത്വങ്ങളോ ഒന്നും എന്താവുന്നില്ല. അഹം ബ്രഹ്മാസ്മി എന്നോ അല്ലെങ്കിൽ ഈ സവായേഷ പുരുഷോ അന്നരസമയ എന്നൊക്കെ പറഞ്ഞാൽ എന്താവുന്നില്ല, പലർക്കും എന്താവുന്നില്ല. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷരമാണെന്നോ അല്ലെങ്കിൽ ഇതില് ഇങ്ങനെ വേദത്തില് നമ്മ സോമായ രുദ്രാജ എന്ന് പറഞ്ഞെങ്കിലോ, അപ്പൊ ഇത്തരത്തിലുള്ളത് നമുക്ക് സമന്വയിപ്പിക്കാനോ ഇതിന്റെ ഭാഷയോ അല്ലെങ്കിൽ ഇതിന്റെ സ്വരങ്ങളോ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമല്ല.
അപ്പോ ഇതിന്റെ തത്വം എന്ത് വേണം? എല്ലാ ദിക്കിലേക്കും. അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. നിത്യമായി നിൽക്കുന്ന ഈ ധർമ്മത്തിന് ഏതെങ്കിലും രൂപത്തിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇഷ്ടംപോലെ എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കണം. ആ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തതാണ്? വ്യാസന്റെ രൂപത്തിൽ അവതരിച്ചിട്ട് 18 പുരാണങ്ങൾ നമുക്ക് ലോകത്തേക്ക് തന്നില്ല. അപ്പൊ ഓരോ കാലത്തേക്ക് ഓരോ പുരാണങ്ങള്, അതായത് മത്സ്യപുരാണം, അങ്ങനെയുള്ള പലതരത്തിലുള്ള 18 പുരാണങ്ങൾ വരുന്നില്ല ഞാൻ പറയാൻ. അപ്പൊ അത്തരത്തിലുള്ള 18 പുരാണങ്ങളില് ഓരോ വർണ്ണത്തിന് തന്നെ പറയുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള പുരാണങ്ങളാല് വ്യാസനാൽ, അതായത് ഓരോ യുഗത്തില് ഓരോ വ്യാസനുണ്ടായെന്നും, അതുപോലെ കൃതയുഗം മുതലേ ഇങ്ങോട്ടുള്ള വ്യാസന്മാർ വേറെ. ഈ യുഗത്തിലെ വ്യാസന്റെ പേര് ദ്വാപരയുഗാന്നല്ല നമ്മൾ അവസാനമായിട്ട് വ്യാസനെ കണ്ടത്. അപ്പൊ കൃഷ്ണദ്വൈപായന വ്യാസൻ, സത്യവതി പുത്രനായിട്ടുള്ള വ്യാസനും പഴയ വ്യാസനൊക്കെ വേറെ വേറെയാണെന്നും അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളും പുരാണക്കാരും ഹിസ്റ്ററിക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒറ്റ വ്യാസനേ ഇല്ലു. ആകെ ഈ ആഗസ്റ്റിലെ മറ്റേ ശ്രാവണ പൂർണിമക്ക് ഗുരു പൂജ വരുന്ന ദിവസമില്ലേ, ആ ദിവസത്തില് ഗുരുപൂർണിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുന്ന, ഭാരതീയർ ആഘോഷിക്കുന്ന ഗുരുപൂർണിമ ദിവസത്തിൽ ചെയ്യുന്ന ആ ഒരു വ്യാസൻ പൂജ, ആ വ്യാസൻ മാത്രമേ നമുക്ക് എന്തുള്ളൂ? പുരാണങ്ങള് നമ്മുടെ ലോകത്തിലേക്ക് ഇത്രയധികം ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് അറിയാത്തവർക്ക് കൂടി എന്താവുന്നുണ്ട്? അറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോ ഒരാള് വേദാന്തം ശാസ്ത്രം പഠിച്ചിട്ടല്ല ഫിലോസഫിക്കലായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നത്. അതുപോലെ നമ്മൾ ലോജിക്കലായിട്ട് നടക്കുന്നത് ലോജിക്ക് പഠിച്ചിട്ടല്ല. പല ഇന്ത്യ ജനങ്ങളും, ഇന്ത്യയിലുള്ള ജനങ്ങള് ലോജിക്കായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ കൃഷ്ണന്റെയോ ഉദ്ധവന്റെയോ അല്ലെങ്കിൽ കൃഷ്ണന്റെയോ അർജുനന്റെയോ സൗഹൃദം കണ്ടിട്ടൊന്നല്ല പല ആളും ഫ്രണ്ട്ഷിപ്പ് ആക്കിയില്ലത്. അല്ല, അവർക്കറിയില്ല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അമ്പലമുണ്ട്, ഗുരുവായൂരുണ്ട്, അവിടെ ഒക്കെ ആളുണ്ട്. കുചേരൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ആളുണ്ട്, എത്ര ചൊല്ലി. കുചേരനും കൃഷ്ണൻ തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കർണനും ദുര്യോധനും തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ അറിഞ്ഞിട്ടൊന്നല്ല നമ്മൾ ഇന്ത്യയിലെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളെ റിലേഷൻഷിപ്പ്, നമ്മളെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കുടുംബജീവിതം, ഇതൊന്നും എന്തല്ല, ഇതൊന്നും മുഴുവൻ പഠിച്ചിട്ടോ കേട്ടിട്ടോ അല്ല. ആ കൾച്ചർ, ആ സനാതന ധർമ്മത്തില് നമ്മൾ ജീവിക്കുന്നു, അതിന്റെ കാറ്റ് നമ്മൾ കൊള്ളുന്നു. ആ കാറ്റ് കൊണ്ടാൽ തന്നെ എന്തായി? നമ്മൾ ആ രീതിയിലായിക്കോളും. അതാണ് പുരാണത്തിന്റെ വിശേഷം. ഈ പുരാണം വേദത്തില് അധിഷ്ഠിതമാണെന്നർത്ഥം. ഒന്ന്, ആദ്യം പറയുന്നത് ഈ മറ്റുള്ള ദേവതകള്, ദേവതാരാധനാ സമ്പ്രദായങ്ങള്, ആ സമ്പ്രദായത്തില് ശക്തിക്കുള്ള വിശേഷം. അതില് മറ്റുള്ള പല പുരാണങ്ങളില് ദേവി ഭാഗവതം എന്ന് പറയുന്നത് പുരാണം 9 ദിവസം കൊണ്ട് കേൾക്കേണ്ടതാണെന്നും, ഈ 9 ദിവസം കൊണ്ട് കേൾക്കേണ്ട പുരാണത്തില് ആരാണ് ഇത്തരത്തിലുള്ള ദേവിയുടെ അവതാരങ്ങള്, ഒരു 6 സ്കന്ധം, പിന്നെ 7-ാം സ്കന്ധം മുതല് ദേവിയുടെ സ്വരൂപം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അതെന്താണ്? നമ്മൾ ശക്തി സ്വരൂപിണിയാന്ന് സ്ഥാപിച്ചു. ഈ ശക്തി സ്വരൂപിണിന്റെ ആവശ്യകത, ശക്തിയുടെ ആവശ്യകത നമ്മൾ ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരും. അതിലെന്താ, അതില് എങ്ങനെയാണ് അതിന്റെ റെഫറൻസ് വരുന്നത്, ഏതൊക്കെ വരും നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നത് എന്താ പറയുന്നത്? വേദത്തിലുള്ള റെഫറൻസ് ആണല്ലോ. നീലതോയത മധ്യസ്ഥാ വിദ്യുല്ലേഖേവ ഭാസ്വര നീവാര ശൂകവത്തന്മേ പീതാഭാസ്വത്യണൂപമ. അണൂപമ അത്ര സൂക്ഷ്മമായിട്ടുള്ളതാണ്. തസ്യാ ശിഖായാ മധ്യേ പരമാത്മാ വ്യവസ്ഥിത. ആ ശിഖയുടെ മേലെ നാലുള്ള ഈ ഒറ്റ ചൈതന്യം, പരബ്രഹ്മ ചൈതന്യം, ഒരു ചൈതന്യം ഇവിടെയുള്ള തസ്യാ ശിഖായാ മധ്യേ നീലതോയത മധ്യസ്ഥ, ഘനാഘനങ്ങളായിട്ടുള്ള മേഘത്തിൽ കാണുന്ന മിന്നൽ പിണറിന്റെ അതേ വർണ്ണത്തില് അല്ലെങ്കിൽ അതേ രൂപത്തില് അതേ അത്രയധികം പ്രഭയോട് കൂടിയിട്ടുള്ളത്. വിദ്യുല്ലേഖ ഇവ ഭാസ്വര നീവാര ശൂകവത് തന്വി. അത്ര സൂക്ഷ്മമാണ്. നീവാരം എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ തലയുടെ അത്ര സൂക്ഷ്മമായിട്ടുള്ള ഈ ചൈതന്യം. പീതാഭാസ്വതി അല്ലെ, സ്വർണത്തിന്റെ വർണ്ണത്തോട് അത്രയധികം നമുക്ക് നോക്കിയാൽ എന്താ, നമ്മൾ കണ്ണു മഞ്ഞളിച്ചു. പീതാഭാസ്വം എന്താ, നമുക്കിത് കാണാനാവാത്തോണ്ടെന്ന അതിന്റെ പേര് അണൂപമ. അത്രയധികം സൂക്ഷ്മമാണ്. അണു എന്ന് പറയുന്ന പദം തന്നെ ആരുണ്ടാക്കിയിട്ടുണ്ട്? നമ്മളെ ഭാരതീയരുണ്ടാക്കിയ പദാണ് ആറ്റം, അണു എന്നുള്ള പദക്ക. അപ്പോ അത്തരത്തില് എല്ലാ ദ്രവ്യങ്ങളിലും എന്തുണ്ട്? ഈ ആറ്റം എന്ന് പറയുന്ന ചൈതന്യമുണ്ട്. അതാണ് അണു എന്ന് പറയുന്നത്. അതിനെന്തില്ല, ആ ദ്രവ്യത്തിന്റെ ഗുണങ്ങളൊന്നുമില്ല. പക്ഷെ അത് 2-3 കൂടി ചേരുമ്പോൾ എന്തായി? അതിന് രസമായിട്ടോ അല്ലെങ്കിൽ നിറായിട്ടോ പല ഗുണങ്ങൾ അതിന് വരുന്നുണ്ട്. അപ്പോ ഇതില് നിർഗുണായ ഗുണാത്മനെ, അതെന്താണ്? ആറ്റം എന്നുള്ള അവസ്ഥയിൽ എന്താണ്? നിർഗുണ. ആറ്റം എന്നുള്ള അവസ്ഥയിൽ നിർഗുണാണ്. മറ്റേ ഈ പ്രകൃതി നമ്മൾ സാധാരണ ജീവിക്കുന്ന അവസ്ഥയിൽ എന്താണ്? അത് സഗുണ. അതാണ് സഗുണവും നിർഗുണവും. അത് ആ 2 വ്യത്യാസം ഉണ്ടോ? ശംഖും ചക്രവും ഗതാം പൽപ്പലായിട്ട് ധരിച്ചിട്ട് നമ്മള് പാൽപ്പായസവും നെയ്പായസവും പഴനുറുക്കും മറ്റേ കാര്യഫലം തിന്നാൻ തുടങ്ങിയാൽ എന്തായി? അത് സഗുണായി. ഇല്ലാണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് വന്നാൽ എന്തായി? അതിലുള്ള ചൈതന്യം വിചാരിച്ചാൽ എന്തായി? അത് നിർഗുണമാണ്. അയാൾക്ക് എന്തായാലും ഒന്നും വേണ്ട, അയാൾക്കിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോ അത്തരത്തിലുള്ള നമ്മുടെ സഗുണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ദേവതകളായി എന്ന് ഈ പരമാത്മ ചൈതന്യം
ബ്രഹ്മാവ് എന്നും വിഷ്ണു എന്നും പരമേശ്വരൻ എന്ന് പറയുമ്പോ നീലതോയത മധ്യസ്ഥ വിദ്യുല്ലേഖേവ ഭാസ്വര നീവാര ശുഗവത്തന്മേ പീതാഭാസ്വതി അണൂപമ തസ്യാ ശിഖായ മധ്യേ, അതിന്റെ ശിഖയിലാണ് അതിന്റെ ഏറ്റവും മേലുള്ള പരമാത്മാ വ്യവസ്ഥ. അതിന് നമ്മൾ വ്യവഹരിക്കുന്ന പേരുകൾ എന്തൊക്കെയാ? സബ്രഹ്മ, അതിന് ബ്രഹ്മ പേരിട്ടു. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ദേവത. സഹരി, സബ്രഹ്മ സഹരി. സ ശിവ, അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. സൃഷ്ടി സ്ഥിതി സംഹാരം. ഇത് മൂന്ന് കഴിഞ്ഞാൽ എന്ത് വേണം? ഇന്ദ്രൻ വേണ്ടേ? ഐശ്വര്യം വേണ്ടേ? എല്ലാം വേണം. സബ്രഹ്മ സഹരി സ ശിവ സ ഇന്ദ്ര സ അക്ഷര. അതെന്താ? നിത്യമായിട്ടുള്ള ഈ ചൈതന്യം പല രൂപത്തില് സൃഷ്ടിന്നും സ്ഥിതിന്നും സംഹാരം, ഇത്തരത്തിൽ മൂന്ന് ദേവതകളായിട്ട് പരികൽപ്പിച്ചു. അതിനെന്ത് വേണം? ഈ സൃഷ്ടി നടത്തണമെങ്കിൽ എന്ത് വേണം? ഒരാൾ വേണ്ടേ? ഇതൊന്ന് രണ്ടും കൂടി ചേരണല്ലോ. അപ്പൊ അതിലെന്തായി? പിന്നെയുള്ളതെല്ലാം എന്താണ്? ദേവതകൾ വീണ്ടും കൂടി. ദേവതകൾ വീണ്ടും കൂടി സൃഷ്ടി വേണമെങ്കിൽ എന്ത് വേണം? എഡ്യൂക്കേഷൻ. അതാണ് അതിലുള്ള ആ ദേവതയാണ് ആര്? സരസ്വതി എന്ന് പറയുന്നത്. സരസ്വതി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പത്നിയായിട്ടുള്ള സരസ്വതി. ക്രിയേഷന് എഡ്യൂക്കേഷൻ വേണം. ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം നടക്കണമെങ്കിൽ എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. അപ്പൊ എഡ്യൂക്കേഷന്റെ ദേവത ആര്? സരസ്വതി. അപ്പോ വിഷ്ണു സ്ഥിതിയുടെ ദേവത ഇവിടെ നടക്കണമെങ്കിൽ ഈ സ്ഥിതികളൊക്കെ ഇവിടെ നടക്കണം. പീടിയെ പോയാൽ അത് കിട്ടണം. ഇതെല്ലാം കിട്ടണ്ടേ? 24x7 വേണം. 24 മണിക്കൂർ 7 ദിവസം 30 ദിവസം 365 എല്ലാ ദിവസവും എന്ത് കിട്ടണം? എല്ലാ സാധനങ്ങളും കറൻസി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യണം? അത് അവൈലബിൾ ആയിരിക്കണം. അതിന് കൃത്യമായിട്ട് എന്ത് വേണം? പ്രൊഡക്ഷൻ നടക്കണം, ഡിസ്ട്രിബ്യൂഷൻ നടക്കണം, വേറെ പ്രശ്നങ്ങളൊന്നും വരരുത്. അത്തരത്തിൽ നടക്കണമെങ്കിൽ ഒരു സ്ഥിതി ദേവത, അതായത് ഇപ്പോഴുള്ള സ്ഥിതിയിൽ ഈ കമ്പ്യൂട്ടറും ഈ മൊബൈൽ ഫോണും ഈ പൈസയും ഈ ശമ്പളവും ഈ ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായിട്ട് സാധാരണ പോകുന്ന ഈ പ്രപഞ്ചം നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരാൾ വേണ്ടേ? ആരെ പേരാന്ന്? വ്യാപനശീലൻ വിഷ്ണു എന്ന് പറയുന്നു. ആ വിഷ്ണു ഈ സ്ഥിതിയിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? വേദാന്തം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഒറ്റൊരു കാര്യം വേണം, ഫൈനാൻസ് വേണം. വേണ്ടേ? ലക്ഷ്മി ഇല്ലാണ്ട് പണി നടക്കുമോ? ഒരു പണി നടക്കില്ല. ഒക്കെ വെറുതെ പറയുന്നതാ. ഇവിടെ ക്രിയേഷന് എഡ്യൂക്കേഷൻ വേണം എന്ന് പറയുന്ന പോലത്തെ എന്ത് വേണം? ഇവിടുത്തെ സ്ഥിതി നടക്കണം. എന്ത് വേണം? ഞാൻ ദേവി ഭാഗവത പാരായണം നടക്കുന്ന പോലെ അരിയൊന്നും വെറുതെ തരാനൊന്നും പോകുന്നില്ല. അതിന് ഞാൻ പൈസ കൊടുത്തു അരി മേടിക്കേണ്ടി വരും. അപ്പോ ലക്ഷ്മി എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് പോകാണ്ട് എന്താവുന്നില്ല? ഈ സ്ഥിതി എന്ന് പറയുന്നത് നടക്കുന്നില്ല. അപ്പൊ അതെന്താണ്? അതും ഒരു ദേവതയാണ്. സരസ്വതിയും അതുപോലെ തന്നെ ലക്ഷ്മി. അതുപോലെ തന്നെ അടുത്തതാണ് ഈ നമ്മുടെ ഭാരത രാജ്യം മുഴുവൻ നിലനിൽക്കുന്നതിന്റെ മേലെയാണ്. ഇനി പറയുന്നതിന്റെ മേലെയാണ്. ഇനി പറയുന്നതിന്റെ മേലെയാണ്. അതാ പറയുന്നില്ലേ, ഈ ഫൈനാൻസ് രാഷ്ട്രീയക്കാരൊക്കെ ഇലക്ഷനിൽ പറയുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഫൈനാൻസ് മുഴുവൻ കുറച്ച് ചില വ്യക്തികളിൽ മാത്രം നിന്നു. പഠിപ്പും ആനുകൂല്യം വളരെ കുറച്ച് വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നു. അതെ, റിച്ചർ ബിക്കം റിച്ചർ, പൂറർ ബിക്കം പൂറർ, ആനത്തലാന്നൊക്കെ പറയണ്ട. ഒന്നുമല്ല. സംഭവം എന്താ അറിയോ? ഇതിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യാനാവുന്നില്ല. അതാന്ന് വെച്ചാൽ ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല. ആർക്ക്? ഈ ഗ്രൂപ്പ്. ഇനിയുള്ള ഗ്രൂപ്പിനാണ് ഈ നാടിന്റെ നിലനിൽപ്പിന് അവരെ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോ അവരെ കൊണ്ട് നടക്കുന്നതാല് ഇപ്പോ ഒരു മരം മുറിച്ചെങ്കിലേ അത് ഫർണിച്ചർ ആവുള്ളൂ, അല്ലെങ്കിൽ സ്വർണത്തിന് അടിച്ചെങ്കിലേ സംഹരിച്ചെങ്കിലേ അത് ആഭരണമാവുള്ളൂ, ഒരു ഇരുപ്പിന് അടിച്ചെങ്കിലേ അത് ഇതാവുള്ളൂ. അതുപോലെ തന്നെ 2 ന്യൂട്രൺ ഫേസും മുട്ടി വെച്ചെങ്കിലേ എന്താവുള്ളൂ? അത് കത്തുള്ളൂ. ഈ ലോകത്ത് പണികളെല്ലാം നടക്കണല്ലോ. സ്കില്ല് മുഴുവൻ നടക്കണ്ടേ? സ്കില്ല് എന്ന് പറയുന്ന സംഹാരം എന്ന് പറയുന്നത് അതാണ് ശിവൻ എന്ന് പറയുന്ന സാധനം. ഈ ശിവൻ എന്ന് പറയുന്ന മൂർത്തി അതിനുകൊണ്ടാണ്. ആ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? ശക്തി എന്ന് പറയുന്ന ദേവത വേണം. ആ ശക്തി സ്വരൂപിണിയെ കുറിച്ചിട്ടാണ് അതിലുള്ള ഈ ശക്തി സ്വരൂപിണി എന്ത് ചെയ്യുന്നുണ്ട്? ശക്തി സ്വരൂപിണി സാധാരണ ശക്തി സ്വരൂപിണിയല്ല. തസ്മാത് വേദം പറയുന്നത് തസ്മാത് വായേ തസ്മാത് ആത്മന ആകാശ സംഭൂത. ഈ ശൂന്യം. ഇപ്പോ ആദ്യം പറഞ്ഞു ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, എഡ്യൂക്കേഷൻ, ഫൈനാൻസ്, സ്ട്രെങ്ത്, ഈ 3 സാധനല്ലേ. അപ്പോ ഇനി പ്രപഞ്ച സൃഷ്ടിയില് എന്ത് വേണം? ആകാശം. ആകാശത്ത് നിന്നിട്ടായി വായു ആവട്ടെ. ഈ വായു ഉണ്ടാവണമെങ്കിൽ ആകാശത്ത് വായു ഉണ്ടാവണമെങ്കിൽ സ്പന്ദനം വേണ്ട, ഇല്ലാണ്ട് വെറുതെ ആവുക. അതിനെന്ത് വേണം? ശക്തി വേണം. ഈ വായു എന്ത് വേണം? ആ വായുവിൽ നിന്ന് നിന്നിട്ടാവുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അഗ്നി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എനർജി. ഈ എനർജി എന്ന് പറയുന്നത് അഗ്നി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, വേദത്തിലൊക്കെ അറിയപ്പെടുന്നത്. അത് പല രൂപത്തിൽ എന്ത് കിട്ടും? സൂര്യനിൽ നിന്നായിട്ട് കിട്ടും, നമ്മളെ ജഠരാഗ്നി വയറിനായിട്ട് കിട്ടും, പിത്തെന്ന് പേര് പറഞ്ഞിട്ട് കിട്ടും. അതുപോലെ തന്നെ എനർജി ഇലക്ട്രിസിറ്റി എന്നുകൊണ്ട് കിട്ടും, യൂണിറ്റ് കണക്കിന് കിട്ടും, തിരിയുന്ന രൂപത്തിൽ കിട്ടും. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എന്ത് ചെയ്യാം? അത് ഈ ഈക്വൽ ടൈംസ് പഴയ അതില് നിയമങ്ങളും ശാസ്ത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എനർജിയെ എന്ത് ചെയ്യാം? മാറ്റാനല്ലാണ്ട് എന്ത് ചെയ്യാനോ, ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒന്നും പറ്റില്ല. ഒന്നിന് വേറൊന്ന് മാറ്റി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോ ഇന്ന് എനർജിക്ക് വേണ്ടിയിട്ടുള്ള സോഴ്സസ് അതല്ലേ നമ്മുടെ ഗൾഫുകാരെല്ലാം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കുഴിച്ചവരാണ് തന്നെ കിട്ടും. അതന്നെ അവരുടെ ജീവിതം അതാണ്. വേറെ
ആളെ ഒന്നും നെല്ലും നിട്ടാൽ മുളക്കൊന്നുമില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ നെല്ലും പരിപ്പും ഇതൊക്കെ ഉഷാറാവും. ആ എനർജിയുടെ കുഴിച്ചാൽ മറ്റേതില്ല, കുഴിച്ചാൽ പച്ചവെള്ളേ കിട്ടുള്ളൂ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കിട്ടും, അത്ര മറ്റു വേറൊന്നും കിട്ടില്ല. അപ്പൊ ആ നാട്ടിലുള്ള എനർജി അവരുടെ ശക്തി അതാണർത്ഥം. നമ്മുടെ ശക്തി ഇതാണ്. ഓരോ ദിക്കിലെന്താണ്, ഓരോ തരത്തിലുള്ള രൂപത്തിലാണ് ഈ ശക്തി സ്വരൂപിണി ഉള്ളത്. ഈ ശക്തി സ്വരൂപിണി എന്ന് പറയുന്ന അതിലെ ഈ തേജസ് പറയുന്നത്, അതായത് ആകാശത്തിന് വായു എന്തായി അഗ്നി, ഈ അഗ്നി എന്നാണ്. പിന്നെ നിന്നുണ്ടാവുന്ന ജലം, പിന്നെ എന്തായി, പിന്നെ ബാക്കി നമ്മൾ എന്താ പറഞ്ഞ പോലെ കേൾക്കും. അത് പിന്നെ പൃഥിവി, ഔഷധികള്, ഭൂമി ഉണ്ടായി, പിന്നെ സസ്യങ്ങൾ പിന്നെ നടക്കും. പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നടക്കണമെന്ന് എന്ത് വേണം? ഈ എനർജിയിലാണ് എന്താവില്ല, ഒരു ബീജം, ഒരു വിത്ത് മുളക്കണം എന്ത് വേണം? അതിന് കണക്കായിട്ട് വെള്ളവും ചൂടും എല്ലാം കൃത്യമായിട്ട് കിട്ടിയെങ്കിലേ മുളക്കുള്ളൂ. അതുപോലെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ വായി തുറന്നെന്താ പഠിക്കാനോ? അങ്ങനെയൊക്കെ ആ അഗ്നിയാണ് പ്രവർത്തിച്ചെങ്കിലേ എന്താവുള്ളൂ, പഠിക്കാനാവും. അതുപോലെ സരസ്വതി വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? ഈ ശക്തി വേണം. ഫൈനാൻസ് കൈ കിട്ടിയിരുന്ന ഫൈനാൻസ് ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ഇഷ്ടമായി നല്ലോണം അധ്വാനം വേണം, എന്നാലേ എന്താവുള്ളൂ ആ ക്രിയേറ്റിവിറ്റിയും അതിനനുസരിച്ച് ഫൈനാൻസ്. അതിനും ശക്തി വേണം. ശക്തി ഉണ്ടാക്കാൻ ശക്തി വേണം. അതാണ് ശക്തി വേണമെങ്കിൽ എന്ത് വേണം? അതിന് നമുക്ക് ശക്തി വേണ്ടേ? എന്നാലേ നമ്മളിപ്പോ ഒരു എനർജീനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഇറങ്ങി എന്നാൽ അതിന്റെ എനർജി വേണ്ടേ? അതിന് നിങ്ങൾ മെന്റൽന്നോ അല്ലെങ്കിൽ മാനുവൽന്നോ നിങ്ങൾ പേരിട്ടോ. ആ പേര് നിങ്ങൾക്ക് എന്താണ്? ആ രൂപത്തിലുള്ള ശക്തി ഈ 3 ദേവതകളിലും, സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലും എല്ലായിട്ടും ഈ ശക്തി എന്ന് പറയുന്ന ദേവത മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിങ്ങനെ അതിന്റെ എന്താ പറയുക, അതിന്റെ ആകാരോ അല്ലെങ്കിൽ അതിന്റെ സ്വരൂപോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയണ്ടേ, അതിന്റെ മാഹാത്മ്യം എന്തല്ല, അതെല്ലാം വർണ്ണനക്കും എത്രയോ. നിങ്ങൾക്ക് ഒരു എനർജീന്റെ ഉപയോഗത്തിന് നമുക്ക് എത്രമാത്രം വർണ്ണിക്കാൻ ഉള്ള വിഷമമുണ്ടോ അത്രമാത്രം നമുക്ക് എന്തുണ്ട്? ഈ ശക്തി എന്ന് പറയുന്ന ദേവതേനെ വർണ്ണിക്കാൻ നമുക്ക് അത്രയധികം വിഷമുണ്ട്. അങ്ങനെയുള്ള പാർവതി ദേവി, ദുർഗ എന്ന് പറയുന്ന ദേവി, ഈ ദേവിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കണമെന്നും ആ ദേവി ആരൊക്കെ വിഷ്ണുവിനായാലും തപസ് ബ്രഹ്മാവിനുദ്ദേശ തപസ് ഇതാണെങ്കിലും അതുപോലെ തന്നെ മഹാവിഷ്ണു ഇതാണെങ്കിലും എന്ത് ചെയ്യണം? നമുക്ക് 3ഉം വരണമെങ്കിൽ എന്ത് വേണം? ഈ ശക്തി സ്വരൂപിണി നിർബന്ധമായിട്ടും. ഇല്ലെങ്കിൽ ഈ ശക്തി എന്ന് പറയുന്ന ദേവത ഇല്ലാതെ ആയിരിക്കാം ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല. അതായത് ആകാശം എന്ന് പറയുന്ന ശൂന്യം അവിടെയുണ്ട്. ഈ ശൂന്യത്തിന് വായുവിന്റെ ഉത്പത്തി ആണെങ്കിലും എനർജിയുടെ ഉത്പത്തി ആണെങ്കിലും വെള്ളം ഉണ്ടാവണമെങ്കിലും വെളിച്ചം ഉണ്ടാവണമെങ്കിലും ഭൂമി ഉണ്ടാവണമെങ്കിലും ഈ ഭൂമിയില് ഇങ്ങനെ സസ്യങ്ങൾ ഉണ്ടാവണമെങ്കിലും അതിൽ നിന്നൊക്കെ ഭക്ഷണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് വേണം? ഇത് മുഴുവൻ ആ പരാശക്തിയുടെ കഴിവ് കൊണ്ട് മാത്രമാണ്, ആ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ത് നടക്കുന്നത്? ഈ പ്രപഞ്ചം ഓടുന്നുള്ളത് എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തായി, ഇന്ത്യയില് സരസ്വതിയുടെ അമ്പലങ്ങൾ വളരെ കുറവാണ്. നാട് നിറച്ച് സരസ്വതി അമ്പലങ്ങൾ ഉണ്ടാവും. ലക്ഷ്മിന്റെ അമ്പലങ്ങളും വളരെ കുറവാണ്. ഏതിന്റെ അമ്പലങ്ങളാ ജാസ്തി? ദുർഗേന്റെയും അത്തരത്തിലുള്ള ചാമുണ്ടി അത്തരത്തിലുള്ള ദേവതകളുടെ അമ്പലങ്ങൾ നോക്കിക്കോ, ഇഷ്ടം പോലെ ഉണ്ടാവും. പല രൂപത്തിലും ഭാവത്തിലും എന്തുണ്ട്? ദേവീ ക്ഷേത്രങ്ങള്, ദേവിയുടെ ആരാധന, അതുപോലെ തന്നെ ശിവനേക്കാൾ എന്തുണ്ട്? ദേവിയുടെ ആരാധന ജാസ്തി. ശിവന്റെ ഇപ്പോ അത് നോക്കിക്കോ, വേറെ പല സമുദായങ്ങൾ ഇപ്പൊ നമ്മൾ അറേക്കാലിൽ നിന്ന് മുച്ചിലോട് നമ്മുടെ നാട്ടിലുള്ള തരത്തിലുള്ള ഗ്രാമാന്തരങ്ങളിലുള്ള ഇതെല്ലാം നോക്കിയാല് പലതരത്തിലും എന്താണ് ഈ ചുവന്ന ഇത് ഇപ്പൊ കൊടുങ്ങല്ലൂർ പോലെയുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ ചോറ്റാനിക്കര പോലെയുള്ള സ്ഥലം നമ്മളെ എണ്ണി നോക്കിയാൽ തന്നെ ശക്തി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ശക്തിയുടെ പലതരത്തിലുള്ള ഉപദേവതകള് പലതരത്തിലുള്ള രൂപത്തില് ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയ. ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന, അത് ബ്രഹ്മാണിയായിട്ട് ആ രൂപത്തിലാണ്, സൃഷ്ടി രൂപത്തിലാണ്. കമലേന്ദു സൗമ്യവദന ആരുടെ രൂപത്തില്? ലക്ഷ്മി രൂപത്തിലാണ്. മാഹേശ്വരി ലീലയ, നമുക്ക് നമ്മൾ തൊഴിൽ വന്ന ഒരു കളി, അതൊരു രസമാണ് അല്ലെ? എനക്ക് പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്തല്ല നിങ്ങൾ ധരിക്കുന്ന ഞാൻ ഒരു പണി എടുക്കുന്നില്ല. പലരും ചോദിച്ചിട്ടുണ്ട് എന്താ സാർ, എനിക്ക് എന്റെ സമയമല്ലേ നഷ്ടമുള്ളൂ, അതിനെ കൂടെ നഷ്ടം നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. എനിക്ക് എന്റെ സമയമല്ലേ നഷ്ടമുള്ളൂ, നിങ്ങൾ എന്തിന് ഇത്രയെല്ലാം പണിയെടുക്കുന്നു സാർ? ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ബേജാറാക്കണ്ട, എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എന്താ സംസ്കൃതം വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് സംസ്കൃതം പഠിക്കാൻ പോയി, അത്രയില്ല. മറ്റേ IAS കിട്ടാത്തതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോയതൊന്നല്ല, അല്ലെങ്കിൽ IAS കിട്ടിയത് ഉപേക്ഷിച്ചൊന്നുമല്ല. എന്നെ വേറെ ഒന്നിനും കൊള്ളൂല, ഇതിന് കൊള്ളും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്? എനിക്ക് ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ഹൃദയം അല്ലെങ്കിൽ എന്റെ ശരീരം, എന്റെ പ്രവൃത്തി ഞാൻ ഏതെങ്കിലും ഒന്നിൽ സമർപ്പിക്കുന്നുണ്ട്. ചെണ്ട കൊട്ടാനായിട്ടോ വല്ല ഭാഗവതം പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കാൻ ഞാൻ എന്റെ കരുതി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ സമ്മതം കൊണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, എനിക്ക് സ്വന്തം നഷ്ടമുള്ളൂ.
ആ നഷ്ടം സഹിക്കാനുള്ള ശക്തി തരുന്നത് ആരാ? എനിക്ക് ദേവി തരുന്ന ശക്തിയാണ്. ആ ജഗദംബിക, ആ ഭദ്രകാളി, അല്ലെങ്കിൽ കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയ അവിടെയാണ്. ആ ലീല എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്ന സാധനം നമ്മുടെ പാർട്ട് ഓഫ് ദി ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. ആ തരത്തിലുള്ള ഭാഗമായി മാറണമെങ്കിൽ എന്ത് വേണം? അതിന് ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം വേണം എന്നർത്ഥം. അത്തരത്തിലുള്ള ജപോജൽപ സൗന്ദര്യം എടുക്കുന്നുണ്ട്. ജപോജൽപ ശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷണ്യക്രമണ വസനാദ്യാഹുതി വിധി അല്ലെ പ്രണാമ സംവേശ സുഖമഖിലം ആത്മാർപ്പണ ദൃശ. നമ്മുടെ ആത്മാവിന് സുഖമാണ് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സപര്യാപര്യായ സ്തവബോധു എന്നേ വിലസിതം. അത് ജഗദംബയ്ക്ക് സമർപ്പണമായിട്ട് വരട്ടെ. അങ്ങനെ വിചാരിച്ചാൽ തെറ്റേയില്ല. അതാണ് ദേവി നമ്മളെ കൂടിയുണ്ട് എന്ന് പറയുന്ന അർത്ഥം. മൂകാംബിക ദേവിയോ അല്ലെങ്കിൽ മടായിക്കാവിലെ ദേവിയോ അല്ലെങ്കിൽ ചോട്ടാനിക്കര ഭഗവതിയോ നമ്മളെ കൂടിയുണ്ട് പറയുന്ന അർത്ഥം. മാഹേശ്വരി ലീലയാ കൗമാരി രിപുദർപ്പനാശനകരി. നമുക്ക് ആരെ ശത്രുക്കളൊന്നും ഇല്ലപ്പാ, ഉണ്ടെങ്കിലേ പഠിക്കണ്ടോ, എല്ലാവരും നല്ലവരാ. നമുക്ക് തോന്നാ നോൻ ദോഷം ഒന്നുമില്ല. 100% നല്ലവരേ ഉള്ളൂ ഈ ലോകത്ത്. സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ ജയിലിൽ പോയി സർവേ എടുത്താറിയാം, സാധുക്കളാണ്, നല്ല ആൾക്കാരാണ്, നമുക്ക് തോന്നാണ് ഓൻ ജയിലിൽ ഒന്നല്ല. ചോദിച്ചു എന്താ? ഇല്ലപ്പാ, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി, ചെയ്യാൻ വേറെ വഴിയില്ല സാർ. ഇപ്പോ ഞാൻ ഇത്ര ഇവർക്ക് മനസ്സിന് ഉറപ്പുള്ളൂ, പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്തു? അതാ പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ ഈ ലോകത്ത് എന്തേ ഉള്ളൂ? എല്ലാരും രിപുദർപ്പനാശനകരി. ഈ കൗമാരി എന്ന് പറയുന്ന ദേവത. രിപു ശത്രുത്വം, ആ വരുന്ന ശത്രുത്വം ആ ക്ഷണത്തിൽ വന്നുകൊണ്ടല്ലേ അയാൾ അപകടം ചെയ്തേ. അപ്പൊ ആ സമയത്ത് അയാൾ ദേവി ഒഴിഞ്ഞു പോയി. അതാ പറയുന്നത്. ആ സമയത്ത് നമുക്ക് ശത്രുത്വം വരുമ്പോൾ നമുക്ക് തോന്നണം, വേണ്ട ഇത് വേണ്ടപ്പ, തോന്നിയാ മതി. ദർപ്പം, അഹങ്കാരം ഇല്ലേ? ലേശം പൈസ കിട്ടുമ്പോ അല്ലെങ്കിൽ സുഖം വരുമ്പോ രിപു ദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി. അങ്ങനെ വിചാരിച്ച് നമ്മൾ വരുന്നവരെ നമ്മൾ അടിക്കാണ്ടിരുന്നൂടാ. അതെ, നമ്മൾ വരുന്നവരെ നമ്മൾ ഇതാക്കാണ്ടിരുന്ന നമ്മള് തല്ലുകൊള്ളേണ്ടി വരില്ലേ? രിപുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി വാരാഹി ഘനഘോര ദേഷ്യം വരും വേണം. വാനാഹി ഘനഘോര ഗർഗരമുഖി ദംഷ്ട്രീജ വജ്രായുധ. എന്തായി ചില സമയത്ത് എന്തുകൊണ്ടിരും? നമ്മളെ സ്വത്തോ അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളോ ഇല്ലോ, പൂട്ട് വേണേ. പൂട്ട് എന്തിനാ? പൂട്ടുകൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. അതവിടെ വെച്ചാൽ ആ പൂട്ടിയിട്ട് അവിടെ വെച്ചാൽ എന്തുണ്ട്? അത് തുറക്കൂല. അത്രേ ഉള്ളൂ. പൂട്ടിന് വലിയ ഉറപ്പൊന്നുമില്ല. അത് കുത്തി പൊളിച്ചാൽ കഴിഞ്ഞില്ലേ? ഇപ്പൊ റെയിൽവേയിലെല്ലാം ഒരാൾ വെച്ച് പൂട്ടി കാണുന്നുണ്ട്, ഒന്നുമില്ല, അത് മുറിച്ചാൽ കഴിഞ്ഞു. അത്ര കഴിഞ്ഞ ഈ പൂട്ടിന്റെ അത്രയൊന്നും എന്തില്ല, ഉറപ്പൊന്നും അതിന്റെ മേലെ നിൽക്കുന്നില്ല. അത് കട്ട് ചെയ്താൽ എടുത്തുകൊണ്ട്, പക്ഷെ എന്താണ് പൂട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു സമാധാനമുണ്ട്. ആ പൂട്ട് പൊളിക്കേണ്ടത് അതിനും വിചാരിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ഈ ചക്രായുധ വാരാഹി ദംഷ്ട്രീജ വജ്രായുധ. ആയുധം എന്ത് വേണം? ചില സമയം നമ്മൾ എന്ത് വേണ്ടി വരും? ആളെ പഠിപ്പിക്കാണെങ്കിൽ സൂക്ഷിക്കേണ്ടി. പാമ്പിന് പണവും ഇതൊക്കെ കൊടുത്ത പോലെ കടിക്കുന്നില്ല, പക്ഷെ എന്തിനാ സംഭവം അറിയണ്ടോണ്ട് നമുക്ക് പേടി വരുന്നില്ലല്ലോ. അത്രേ വേണ്ടു. ആ ദൈവം അതിന് കൊടുത്ത ശക്തി അതാ. ഈ ശക്തി സ്വരൂപിണി പാമ്പില് പണത്തിന്റെ രൂപത്തിലും ചീത്തയുടെ രൂപത്തിലേക്കാണ് നിൽക്കുന്നത്. അത് അതിന്റെ ബല ധാരാളം രോദനം ബലം കുഞ്ഞാൽ പോകുന്ന കാര്യം ഉപസ്കിക്കുന്നത് പറയാനാവില്ല. അപ്പൊ അത്തരത്തിൽ ആ ശക്തി ആ രീതിയിലാണ് പ്രവർത്തിക്കുന്ന അർത്ഥം. അത്തരത്തില് ലോകത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ദംഷ്ട്രീജ വജ്രായുധ ചാമുണ്ടി ഗണനാഥ രുദ്രസഹിത. അതാണ് ഗണനാഥൻ ഗണപതിയോട് കൂടിയിട്ടുള്ള. ഗണപതിക്ക് എന്താ ഗുണം? ഇത്രയും കാര്യങ്ങൾ നടക്കണം, എല്ലാ വിഘ്നങ്ങളും പോണം എന്നർത്ഥം. എല്ലാ വിഘ്നങ്ങളും പോണം. രുദ്രസഹിതം രോദനഹേതുഭൂത ദുഃഖം ദ്രാവേ. രുത്തായിട്ടുള്ള രോദനഭൂതമായിട്ട് നമുക്ക് ദുഃഖത്തിന് കാരണമായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും നീക്കാൻ ഈ സപ്തമാതൃക്കൾക്ക്, ഈ 7 ജഗദംബികൾക്ക് എന്തുണ്ട് കഴിയുന്നുള്ളത് ഈ അധ്യായങ്ങളിലും ബാക്കിയുള്ള ദേവിയുടെ കാര്യങ്ങളിൽ എന്ത് വരുന്നുണ്ട്? കൃത്യമായിട്ട് വിവരം വരുന്നുണ്ട്. ആ വിവരങ്ങളില് നമ്മളെന്താ പറഞ്ഞ പ്രപഞ്ച സൃഷ്ടിയില് ദേവിയുടെ സാന്നിധ്യം 3 ദേവതകളിലും, ഏത് 3 ദേവതകളിലും ആര് വേണം? ഈ ശക്തി സ്വരൂപിണി 3 ദേവതകളിലും 3 ദിക്കിലും വന്നിട്ട് സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലും. അതാണ് ബാക്കിയുള്ള ദേവതകളിലെക്കാളുള്ള വ്യത്യാസം. എന്താണ് ഈ ദേവതക്ക് എന്താ വ്യത്യാസം? സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലും എന്തുണ്ട്? ഈ ശക്തി എന്ന് പറയുന്നത് സൃഷ്ടി മുതൽ, അതായത് ആ സ്പന്ദനം ഉണ്ടാവാൻ പരമാണു എന്ത് വേണം? ഈ ആകാശത്തിന്റെ സ്പന്ദനം ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ? ഈ കാര്യം സൃഷ്ടി നടക്കുള്ളൂ. അപ്പൊ എന്ത് വേണം? സൃഷ്ടിയിലും എന്ത് വേണം? ഈ ശക്തി വേണം. ആ ശക്തി സ്വരൂപിണീന നമ്മൾ ആരാധിക്കണം. ആ ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എന്ത് വേണം? ഒരു ഭാഗ്യമാണ്. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥാനം വിദ്യാരൂപേണ സംസ്ഥാനം പല സംസ്ഥയായിട്ട് എന്ത് വരുന്നുണ്ട്? ഇതിലൊക്കെ ഇത് വരുന്നുണ്ട്. അതില് അങ്ങനെ ഈ സത്രാജിത്തിന്റെ കഥ ഒക്കെ ആയിട്ട് 2-ാമത്തെ അധ്യായത്തില്
ഈ സ്യമന്തകമണി അപഹരിച്ചതും അത് അവിടെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഇത് ജാമ്പവതി എന്ന് പറയുന്ന അതിലെ പരിണയ കാര്യങ്ങളൊക്കെ 2ാമത്തെ അധ്യായത്തില് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3ാമത്തെ അങ്ങനെ ഓരോ അധ്യായങ്ങളില് ഓരോ തരത്തിലുള്ള കഥകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാഹാത്മ്യത്തിന്റെ ഭാഗത്തും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വർണ്ണിച്ചിട്ട് ഈ ദേവി ഭാഗവതത്തിന്റെ കാര്യങ്ങള്, അതായത് ഈ സ്കന്ദപുരാണത്തില് മാനസഖണ്ഡത്തില് ഉള്ള അധ്യായം 2ാമത്തെ അധ്യായത്തില് അവസാനിക്കുന്നത് ഹരിചരിതമിതം കീർത്തിതം ദുര്യശോഘ്നം പാതി വിമല ഭക്ത്യാ ശുദ്ധചിത്ത ശൃണോതി സഭവതി സുഖപൂർണ സർവദാ സിദ്ധികാമ ജഗതിജ ബപുഷോന്തേ മുക്തിമാർഗം ലഭേച്ഛ. ഈ എന്താ പറയണ്ടേ, നമ്മള് സ്യമന്തകമണിയുടെ ഹർത്താനും സ്യമന്തകമണിയുടെ കഥയും ഈ സത്രാജിത്ത് എന്ന് പറയുന്ന ഇതാണ് പ്രസേനന്റെ ഈ കഥയും അതുപോലെ തന്നെ ഇതെല്ലാം വളരെ ഫേമസ് ആയിട്ട് കഥകളാണ്. പലരും ഭാഗവത സത്രങ്ങൾ ഇഷ്ടംപോലെ കേട്ടതാണ്. അതില് എന്താണ്, ഭാര്യാ സഹിതം കൃഷ്ണം വസുദേവ പുരോഗമഃ ദൃഷ്ട്വാ ഹർഷാശ്രു പൂർണാക്ഷു സമവാബുഹു പരാമുദാം. ഈ വസുദേവന്മാരെ അതുപോലെ കൃഷ്ണൻ കണ്ടിട്ടതായി വളരെയധികം സന്തുഷ്ടനായതും അതുപോലെ തന്നെ ഈ കൃഷ്ണാഗമനത്തിൽ സന്തുഷ്ടനായിട്ടുള്ള നാരദൻ വസുദേവനോട് കൃഷ്ണന്റെ കാര്യവും ഈ സത്രാജിത്തിന്റെ പഴയ ഇതെല്ലാം ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് അത് കേട്ടാൽ എന്തായി, ആ കഥ കേട്ടാൽ എന്താ, ഈ ഹരിചരിതം കേട്ടാൽ എന്താണ്, അതിൽ അവസാനത്തെ ഭാഗമാണ് അതിൽ നോക്കേണ്ടത്. ജഗതിജ വപുഷ അന്തേ മുക്തിമാർഗം ലഭേച്ഛ. ആദ്യം എന്തുണ്ടായി, ഈ കാര്യത്തിൽ എന്തുണ്ടായി, ഇങ്ങനെയുള്ള അസാധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളും ഭക്തി കൊണ്ട് സാധിക്കുന്നു. അസാധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കേണ്ട രീതിയിൽ ഭക്തി ഉണ്ടായാൽ എന്തുണ്ടായി, മുക്തി ഉണ്ടാവുന്നു. 2ാമത്തെ അധ്യായത്തില് ഇവിടെ വർണ്ണിച്ചിട്ട് അടുത്തത് എന്താണ്, ഇനി ദേവി ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഇതിഹാസ പുരാണങ്ങൾ, അത് ഇവിടെ തന്നെ ഉണ്ട്, ഇത് ഏറെ പോയില്ല. അതുപോലെ ലോപാമുദ്ര എന്ന് പറയുന്ന അഗസ്ത്യ മഹർഷി കഥ, സുബ്രഹ്മണ്യനെ പൂജിച്ചിട്ടുള്ള കഥകളെല്ലാം ചോദിക്കുന്നതും ഭഗവാൻ സ്കന്ദന്റെ വിശേഷങ്ങൾ എന്ന് വെച്ചാല് ഈ ശാക്ത എന്ന് പറയുന്നതില് ഗാണപതെന്നും സ്കാന്തെന്നും, അതായത് ഇപ്പോ നമ്മുടെ സമ്പ്രദായങ്ങളില് ഈ ശൈവം അത് വൈഷ്ണവെന്നും അതുപോലെ തന്നെ കഴിഞ്ഞാല് ബാക്കിയുള്ളതൊക്കെ എന്താ, ശൈവായാലും ശാക്തയായാലും സ്കാന്ദം കൗമാരഭൃത്യം സ്കാന്തം ആയാലും അതുപോലെ തന്നെ ഈ ദേവിയുടെ സംബന്ധാത ശാക്ത എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൽ തന്നെ കൗളമാർഗം എന്നിട്ട് പറയുന്നുണ്ട്. ഈ ആചാര മതങ്ങളില് എല്ലാം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇന്ത്യ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ മേലെയാ, സമ്പത്തിന്റെ മേലോ പഠിപ്പിന്റെ മേലോ അല്ല, നമ്മുടെ സ്വന്തം പ്രയത്നത്തിന്റെ മേല, സ്കില്ലിന്റെ മേല എന്നർത്ഥം. അതുകൊണ്ട് ഈ സ്കില്ലിന് വളരെ പ്രധാനമായതുകൊണ്ട് അതിനെന്ത് വേണം, പലതരത്തിലുള്ള ശക്തി സ്വരൂപിണികളെ നമുക്ക് ആവശ്യമുണ്ട്. അതില് ശക്തി സ്വരൂപിണി എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള രാജ്യങ്ങള് ഇപ്പോ ഇനി 5-8 മിനിറ്റ് കൂടിയുണ്ട്. അതില് ഈ 3 തരത്തിലുള്ള സരസ്വതി അതുപോലെ തന്നെ ലക്ഷ്മി ദുർഗ, ഈ 3 ദേവതകള് നമ്മളെ എല്ലാ ശക്തികളും എന്താണ്, ഈ 3 ശക്തികളിലും എന്തുണ്ട്, ഈ ഒരു ശക്തി സ്വരൂപിണി ഉള്ളത് കൊണ്ടാണ് സൃഷ്ടിയായാലും സ്ഥിതിയായാലും സംഹാരമായാലും 3 വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അത് നമ്മുടെ ഭാരതത്തിലുള്ള ജീവിതചര്യ ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ഇന്ത്യയില് ബാക്കിയുള്ള പല ദിക്കിലും എന്ത് വന്നിട്ടുണ്ട്, പല ദിക്കിലും സാമ്പത്തിക പ്രതിസന്ധി, ബാങ്ക് പൊളിഞ്ഞു, അല്ലെങ്കിൽ മറ്റേതായി, അല്ലെങ്കിൽ ഡോളറിന്റെ വില പലതും വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എന്ത് വന്നിട്ടില്ല, അത് ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാല് ഇന്ത്യയിലുള്ള ശക്തി സ്വരൂപിണികൾ, അതായത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു കൾച്ചർ നമ്മളെടുത്തുണ്ട്. എന്ന് വെച്ചാല് ആ കൾച്ചർ എങ്ങനെയാ വെച്ചാല്, അത് നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയാൻ, നമ്മളിപ്പോ കടയിൽ പോയി, ഒരു പുരുഷൻ കടയിൽ പോയി, എല്ലാം കുറെ വാരി ഇട്ടു, അവസാനം കാർഡ് കൊടുത്തിട്ടോ പൈസ കൊടുത്തു, നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് അതാണ് ശക്തി സ്വരൂപിണി നമ്മുടെ നാട്ടിലുണ്ട് പറയുന്നത്. ഓരോ സാധനത്തിനും പ്രത്യേകം വില ചോദിച്ചിട്ട് എന്താവുന്നുള്ളൂ, അതിങ്ങ് എടുക്കുന്നുള്ളൂ. അത് അവര് ആവശ്യമുള്ളത് എടുക്കുന്നുള്ളൂ. അപ്പോ അതിന്റെ യൂണിറ്റ്, അതിന്റെ നിർണയം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്, ഇന്ത്യയിലുള്ള കുടുംബങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് നമ്മുടെ ശക്തി സ്വരൂപിണികളാണ്. ഒരു നിർമ്മലാ സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ മഹാലക്ഷ്മി ആയതുള്ളത് നമ്മൾ അഭിമാനിക്കണം. എന്തുകൊണ്ടാ, ഇന്ത്യയിലുള്ള സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്ന സത്യത്തില് ഇന്നും ഭർത്താക്കന്മാരെ പിക് പോക്കറ്റ് അടിച്ചിട്ടുള്ള പൈസ സൂക്ഷിപ്പ് ബാങ്കിൽ ഇന്ന് ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഇന്ത്യ മര്യാദക്ക് ജീവിക്കുന്നുണ്ട്. നമ്മൾ അംഗീകരിക്കണം. സ്ത്രീകൾക്ക് വളരെ കഷ്ടപ്പാട് പല കാര്യങ്ങളുണ്ടെങ്കിലും ഫൈനാൻസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആരാ, ഇന്നും ശക്തി കൺട്രോൾ ചെയ്യുന്നത്, കുഞ്ഞളെ പോറ്റുന്നത് മുഴുവൻ അവരല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, അത് മുഴുവൻ നേരെയാക്കുന്നത്
അച്ഛനില്ലാണ്ട് വളർന്ന മക്കള് നോക്കോ, അമ്മയില്ലാണ്ട്, അങ്ങനെ നമ്മൾ ഒരു കൺസെപ്റ്റ് ചിന്തിച്ചു നോക്കാം. അങ്ങനെ നോക്കിയാല് ശരിക്ക് അങ്ങനെ നോക്കിയാല് അച്ഛനില്ലെങ്കിലും അമ്മയുടെ ഉറപ്പാട് ഉണ്ടായാൽ എന്തായി കുഞ്ഞുങ്ങൾ നന്നായിക്കോ ഇല്ലേ? അത്തരത്തിലുള്ള കുന്തി ദേവിയുടെ മക്കളാണ് നമ്മളെ നാട്ടില് ധൈര്യമായിട്ട് നിൽക്കുന്നത്. ഏത് യുദ്ധത്തിനും അവർ തയ്യാറാണ്, എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏത് യുദ്ധത്തിനും തയ്യാറാണ്, എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ്. ദുര്യോധനെ പോലെ സൂഹിക്കണമെന്നോ ദുശാസനെ പോലെ പദവിയിലിരിക്കണമെന്നോ ആരും നമ്മളെ നാട്ടിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാ? ആ ശക്തിയുടെ ചൈതന്യം സമ്പത്തിലായാലും ശക്തിയിലായാലും പഠിപ്പിലായാലും എന്തുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഈ ശക്തി ദേവത നമ്മളെ ഇന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് ഈ അഗസ്ത്യമുനി ആ അധ്യായത്തിൽ പറയുന്നത്. ദേവീ ഭാഗവതം നാമ പുരാണം പരമോത്തമം ത്രൈലോക്യ ജനനീ സാക്ഷാത് ഗീയതേ എത്ര ശാശ്വതി. സാക്ഷാത് ത്രൈലോക്യ ജനനീനെ പ്രകീർത്തിക്കുന്ന ഈ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഭാഗവതം, ദേവീ ഭാഗവതം നാമ പുരാണം പരമോത്തമം, പരമോത്തമമായിട്ട് പുരാണം. അതിനെന്താ വിശേഷം? ഈ ജനനീന നമുക്ക് മനസ്സിലായില്ലേ, ഈ സൃഷ്ടിനെയും സ്ഥിതിനെയും സംഹാരത്തിനെയും സൃഷ്ടി മുതലുള്ള സ്പന്ദനത്തിലുള്ള എനർജി, ഈ ലോകത്തിന്റെ മുഴുവൻ എനർജി ആയിട്ടിന ആ എനർജിയെ നമ്മളെന്താ കണക്കാക്കുന്നത്? ഒരു ദേവതയായിട്ട് അതിന്റെ ദുർഗാന്നും സരസ്വതിന്നും ലക്ഷ്മിന്നും അല്ലെങ്കിൽ ചാമുണ്ടിന്നും അല്ലെങ്കിൽ ഭദ്രകാളിന്നും പലതരത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്ന ഈ ദേവത 2-ാം അധ്യായത്തിൽ യാ നിത്യ സച്ചിദാനന്ദ രൂപിണി ജഗദംബിക സാക്ഷാത് സമാശ്രിതായത്ര, നേരത്തെ പറഞ്ഞ ഭക്തിമുക്തി പ്രദായിനി അതഃ തത് വാങ്മയീ മൂർത്തി ദേവി ഭാഗവതേ മുനെ പഠനാത് ശ്രവണാത് യസ്യ നഗിദ്യ ദുർലഭം. ഇത് പഠിക്കോ അല്ലെങ്കിൽ കേൾക്കോ ചെയ്താൽ തന്നെ എന്തായി? കേട്ടാ മതി. ഇപ്പോ നമ്മളിപ്പോ ഈ ഭക്ഷണം കഴിച്ചിട്ട് രസം നമ്മൾ അറിയുന്ന പോലെയാണ് ഇതെല്ലാം കേട്ടാൽ നമ്മളെ ശരീരത്തിന് എന്ത് വരുന്നുണ്ട്? ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോ ഒരു മിക്സ്ചർ തിന്നു അല്ലെങ്കിൽ കടല തിന്നു അല്ലെങ്കിൽ ചായ കുടിച്ചു എന്നൊക്കെ പറയുന്ന രസം ഈ പുരാണം ചെവിയിലേക്ക് വന്നാൽ എന്തായി? അത് അനുഭവിക്കുന്നുണ്ട്. നമുക്കത് അറിയുന്നില്ല. അതിന്റെ ഗുണങ്ങള് നമ്മൾ ഈ രസം പോലെയോ അല്ലെങ്കിൽ മൂക്കിലെ കൂടി ശ്വസിക്കുന്ന കാറ്റിന്റെ ഗുണം പോലെയോ കണ്ണിന് കാണുന്ന പോലെയോ നമ്മളെന്താവുന്നില്ല, അത് നമുക്ക് കണ്ണിന് അറിയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പക്ഷെ ശ്രവണത്തിൽ എന്തുണ്ട്? ഭാഗവതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദേവിയുടെ മാഹാത്മ്യം ഇത് കേട്ടാല് പഠനാത് പഠിച്ചാലോ ശ്രവണാദ്യസ്യ നകിഞ്ചിതി എന്താ നിൽക്കുന്നില്ല. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുർലഭമായിട്ട് എന്തില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകണം. ആസീത് വിവസ്വത പുത്ര ശ്രാദ്ധദേവ ഇതി ശ്രുത സഹ അനപത്യോ കരോദിഷ്ടം വസിഷ്ഠ. ഇനി എന്താന്ന് വെച്ചാല് ഈ അനപത്യത കൊണ്ട് വിഷമം വന്നിട്ടുള്ള സന്തതിയില്ലാത്ത വിഷമം കൊണ്ട് എന്തായിരിക്കുന്ന ഒരാള് വസിഷ്ഠനെ കണ്ട് ആ വസിഷ്ഠൻ അനുഗ്രഹിക്കുന്നുണ്ട്. ആ വസിഷ്ഠൻ അനുഗ്രഹിച്ചു എന്താ ചെയ്യാം, ആരാണ് ഇതിനു വേണ്ടി ധ്യാനിക്കേണ്ടത്, ഏത് ദേവതേനാ സ്തുതിക്കേണ്ടത്? അങ്ങനെ വനവനാന്തരം ഗച്ഛൻ ബഹുബഭ്രാമ സാനുഗ ദൈവാദധാമദ്രേ സകുമാരോ വനം ജയോ. അങ്ങനെ ഓരോ ദിക്കിലെന്തായി വനങ്ങളിലെല്ലാം പോയി ഏകദാസ ജഗാമാധ അങ്ങനെ ഓരോ ദിക്കിൽ പോയി അവസാനം എന്താണ്? നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? ശക്തി ദേവതേനെ ആരാധിച്ചാൽ കോടി ചന്ദ്ര കലാകാന്തിം സുസ്മിതാം പരിപൂജ്യച തുഷ്ടാവ ഭക്ത്യാ സതതം ഇളായാഹ പുംസ്ത്വകാമ്യ. അങ്ങനെ വരം വരയ വിപ്രഷ അത്തരത്തിലുള്ള വരങ്ങളെല്ലാം സന്താനത്തിന് വേണ്ടിയിട്ടുള്ള ഇതിപ്രാപ്യ വരം ശംഭോ അതങ്ങനെ വരങ്ങള് മുതലായിട്ടുള്ളത് കിട്ടിയെന്നും ആ വരം കൊണ്ട് ശേഷം കിട്ടിയ ശേഷം എന്തായി സ്തുതിച്ചു എന്നും ജയദേവി മഹാദേവി ഭക്താനുഗ്രഹകാരിണി ജയ സർവ സുരാരാധ്യേ ജയ അനന്ത ഗുണാലയെ നമോ നമസ്തേ ദേവേശി ശരണാഗത വത്സലേ ജയ ദുർഗേ ദുഃഖാന്ത്രേ ദുഷ്ട ദൈത്യ നിഷോദിനി വിനാശിനി എന്നർത്ഥം. ഭക്തിഗമ്യേ മഹാമായേ നമസ്തേ ജഗദംബികെ സംസാര സാഗരോത്തര ബോധീഭൂത മദാംബുജെ എന്ന് വെച്ചാൽ നമ്മുടെ സംസാര സാഗരത്തിനെ കടക്കാനുള്ള ഒരു ബോധം, അതായത് ഒരു തോണി പോലെ ഉപയോഗിക്കേണ്ട തരത്തിലുള്ള അത്തരത്തിൽ ഏത് തരത്തിലുള്ള ദുഃഖത്തെയും നീക്കാൻ ശക്തിയുള്ള ഈ ജഗദംബിക 4-ാമത്തെ അധ്യായം ഇതി കഥിതമശേഷം സേതിഹാസഞ്ച വിപ്രാ യതി പഠതി സുഭക്ത്യാ മാനവോ വാ ശൃണോതി സൈഹ സകുല കാമാൻ പ്രാപ്യ ദേവ്യാ പ്രസാദ പരമ അമൃത മഥാന്തേ യാതി ദേവ്യ സലോകം. അമൃതമഥനത്തിൽ അമൃതം കിട്ടിയ പോലെ നിങ്ങൾക്ക് എന്താവും? ഈ ആനുകൂല്യങ്ങൾ ദുർലഭമായിട്ട് നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല എന്ന് ഈ അധ്യായത്തില് വർണ്ണിച്ചിട്ട്
ഈ ദേവതയുടെ ആവശ്യകത, അതുപോലെ തന്നെ ഈ ദേവതയെ ആരാധിക്കേണ്ട ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് ആരാധിക്കണം, ശക്തി ദേവത ഏതൊക്കെ സ്വരൂപത്തിൽ ഇങ്ങനെ ഓരോ ദിക്കില് നിൽക്കുന്നുണ്ട്, അണുവിന്റെ രൂപത്തില് നിർഗുണായിട്ടും അതുപോലെ തന്നെ നമുക്ക് സാധാരണ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എല്ലാം ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ശക്തി സ്വരൂപിണിയായിട്ടുള്ള ജഗദംബിക പരമേശ്വരന്റെ പത്നിയായിട്ട്, അതായത് സംഹാരത്തിന്റെ, അതായത് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും അധിപതിയായിട്ട് പരമേശ്വരന്റെ പത്നി രൂപത്തില് നിൽക്കുന്ന ഈ ശക്തി സ്വരൂപിണി സരസ്വതിയിലായാലും ലക്ഷ്മിയിലായാലും ശക്തിയുടെ ഉള്ളിൽ തന്നെ ആയാലും ശിവന്റെ ഉള്ളിലായാലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലായാലും എന്തുണ്ട്, ആ ശക്തിയുടെ അംശം നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം, ഇത് ഇഷ്ടം പോലെ കേൾക്കണം, ഇത് ഇഷ്ടം പോലെ പറയണം, ഇത് ഇഷ്ടം പോലെ അറിയണം. എന്തായി ആ ശക്തി നമുക്ക് ഉണ്ടാവും. ആ ശക്തി ഉണ്ടായി നമ്മൾ ഹൈലി ഫിലോസഫിക്കലായി അത്തരത്തിലുള്ള ശക്തി സ്വരൂപിണീനെ നമുക്കറിയാനുള്ള ഭാഗ്യം ഇന്ന് ഉത്തര കേരള നമ്മുടെ തന്ത്രസമാജ ദ്വാര ഒന്നാമത്തെ ഘട്ടത്തിൽ വൈശാഖ പുണ്യകാലം, അത് ആലോചിക്കണമല്ലോ, മാസാനത്തിലേക്ക് വെച്ച് ഏറ്റവും പുണ്യകാലം ഏതാ? വൈശാഖ. കേട്ടാലും ശ്രവിച്ചാലും അതുപോലെ ദാനം ചെയ്താലും കണ്ടാലും എല്ലാം അതിന്റെ കോടി പുണ്യം, അതിന്റെ ഇരട്ടി ഇരട്ടി എന്തുണ്ട് ഗുണങ്ങൾ. വൈശാഖ മാസത്തിൽ ദാനം, പാത്രദാനം, ജലദാനം, അതെന്ത് വേണ്ടിയിട്ടാ നമ്മള് ഇത്രയൊക്കെ പരിശ്രമിപ്പ് ശക്തി ദേവത ഉണ്ടെങ്കിലും ഇതെന്തുണ്ട്, ഈ ഉപാസനയിൽ നമുക്ക് അവസാനം എന്താ ഇല്ലേ, നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, സഞ്ചിതമായിട്ടുള്ളതെല്ലാം കിട്ടിയിട്ടിരിക്കും, എന്ത് വേണം, ഏൽപ്പിക്കണം. ആ ഏൽപ്പിക്കാൻ അതെന്നാൽ എന്തായി, നമുക്ക് മോചനം കിട്ടുകയും ചെയ്തു. മഴ പെയ്ത പോലെ ആ പാറയുടെ മേലെ മഴ പെയ്യുകയും ചെയ്തല്ലോ, മഴ പെയ്തു, പാറ കുടിക്കുന്നുമില്ല, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്തു, നമ്മളെ പ്രശ്നവും തീർന്നു, അവരെ കാര്യവും ശരിയായി. അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കിട്ടുന്ന മാസമാണ് ഏത് മാസം? വൈശാഖ മാസം. ഇത്തരത്തിലുള്ള സൽക്കാര്യങ്ങളിൽ നമ്മുടെ ഭാരതം, നമ്മുടെ നാട് ഇന്നും അതിൽ ഉണർന്നു നിൽക്കുന്നുള്ള എന്താ, സനാതന ധർമ്മത്തിന് ഒരു പ്രശ്നവും ഏത് കാലവും വരാനില്ല. അതിന് ജഗദംബിയായിട്ട് ശക്തി സ്വരൂപിണി നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇതിൽ നല്ലതെല്ലാം എന്റേതും അല്ല, നല്ലതെല്ലാം എൻ്റെ ഗുരുക്കന്മാരതും. അതിൽ വന്നിട്ടുള്ള ദോഷങ്ങളും സ്കലിതങ്ങളെല്ലാം എൻ്റെ സ്വന്തം ദോഷമാണെന്ന് നിങ്ങൾ കരുതണം. അതായത് നന്നായതെല്ലാം എനിക്ക് കിട്ടിയ അനുഗ്രഹം, ശക്തി സ്വരൂപിന്റെ അനുഗ്രഹം എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ മാഷന്മാർ അനുഗ്രഹം എന്ന് വിചാരിക്കണം. അതിൽ പോയിട്ടുള്ളതെല്ലാം അതാണ് ഞാൻ പറഞ്ഞ അതെല്ലാം ഉണ്ടല്ലോ, അതിന് എൻ്റെ ദോഷങ്ങളെല്ലാം എൻ്റെതായിട്ട് നിന്നിട്ട് നിങ്ങൾ എല്ലാവരും നന്നായി എന്ന് പറഞ്ഞാൽ നന്നായി, അത്രയേ ഉള്ളൂ. അങ്ങനെ ജഗദംബിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പരയിലെ ഒന്നാമത്തെ ഭാഗം ജഗദംബിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് നിർത്തുന്ന നാരായണൻ. ശരി. നന്ദി പ്രകാശനായിട്ട് ജയപ്രകാശ്. എല്ലാവർക്കും നമസ്കാരം. ജയപ്രകാശ് വീരമന, ശ്രീജോപഠനം ബാച്ച് 2 പഠിതാവാണ്. നമുക്കറിയാം, ഉത്തരമേഖല അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖല വർഷങ്ങളായി നടത്തിവരുന്ന വൈശാഖ മാസ പരിപാടികളുടെ 1-ാം ദിനമായ ഇന്ന് നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്തിയ ശ്രീമാൻ ടി രാധാകൃഷ്ണൻ അവർ ചെന്നൈ സംസ്കൃത കോളേജ് പ്രിൻസിപ്പളായി റിട്ടയർഡ് ആയതാണ്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഗുരുനാഥനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സരസമായ ഈ പ്രഭാഷണം കേട്ട എല്ലാവർക്കും അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വൈശ്രവണത്ത് നാരായണേട്ടൻ അവർ, സ്വാഗതഗാനം ആലപിച്ച സുജാത നാരായണൻ അവർ, അതുപോലെ ഈ പ്രഭാഷണം ശ്രവിച്ച, ഭക്തിപൂർവ്വം ശ്രവിച്ച എല്ലാവർക്കും ഉത്തരമേഖല അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലയുടെയും TVSRCയുടെയും പേരിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. നാളെ തുടരും. ഇത് 8 മണി മുതൽ തന്നെ നമ്മളുണ്ടാവും. പുരാണ ലക്ഷണം, വ്യാസന്റെ ശുഗന്റെ കാകവനം, അതൊക്കെ 2ാമത്തെ സെഷൻ തീർക്കാം. ശരി, എന്നാ നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.